ഈ കാണുന്നത് നിങ്ങൾക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഫ്ലാഗാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന പ്രത്യേകതകൾ, അതിൽ 13 വരകൾ ഇങ്ങനെ നോക്കിയാൽ കാണാം. സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്നാണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. അതിൽ ആ 13 വരകൾ ഏറ്റവും ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു രാജ്യമായ സമയത്ത് അതിൽ പങ്കുചേർന്നിരുന്ന 13 സംസ്ഥാനങ്ങളുടെ പ്രതീകമാണ്. പിന്നെയുള്ള 50 നക്ഷത്രങ്ങൾ പിന്നെ കാലാകാലങ്ങളായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ചേർന്ന മറ്റ് സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികളുടെയും സിമ്പലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 13 സ്ട്രൈപ്പുകളും 50 സ്റ്റാറുകളും ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫ്ലാഗിലുള്ളത്. അങ്ങനെ പല കാലങ്ങൾ 1776 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു രാജ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നീട് ഒത്തിരി കാലം കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇന്നത്തെ വലിപ്പമായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്. അങ്ങനെ 1912 മാത്രം അമേരിക്കയിൽ ചേർന്ന ഒരു സംസ്ഥാനമാണ് ന്യൂ മെക്സിക്കോ എന്ന് പറയുന്നത്. 1912 ഇത് അമേരിക്കയിലെ ഒരു സംസ്ഥാനമായതെങ്കിലും 1850 ഒരു US ടെറിട്ടറി ആയിട്ട് അത് ചേർന്നിരുന്നു. ഈ ന്യൂ മെക്സിക്കോയുടെ തലസ്ഥാനത്തിൻ്റെ പേര് സാന്താഫെ എന്നാണ്. നമുക്ക് സാന്താഫെ പരിചയമുണ്ട്, ഒരു വണ്ടിയുടെ പേരാണ്. സാന്താഫെ എന്ന് പറഞ്ഞാൽ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇത് ഈ ചൂതാട്ടക്കാരുടെയും കുറ്റവാളികളുടെയും ഒക്കെ ഒരു കേന്ദ്രമെന്നറിയപ്പെട്ട സ്ഥലമാണ് സാന്താഫെ. പേര് സാന്താഫെ എന്നാണ്, പക്ഷേ എല്ലാവിധ തരികടകളുടെയും ഒരു കേന്ദ്രമായിരുന്നു. 1850 സാന്താഫെ തലസ്ഥാനമാക്കിക്കൊണ്ട് ന്യൂ മെക്സിക്കോ സംസ്ഥാനമായപ്പോൾ 9ാം പിയൂസ് പാപ്പ വളരെ ചെറുപ്പക്കാരനായ ഒരു വൈദികനെ അവിടെ മെത്രാനായിട്ട് വാഴിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഴാൻ ബാപ്റ്റിസ്റ്റ് ലീമെ എന്നാണ്. അപ്പോൾ 1850 ഴാൻ ബാപ്റ്റിസ്റ്റ് ലീമെ സാന്താഫെയിലെത്തി. അദ്ദേഹം ഒരു രൂപത അവിടെ സ്ഥാപിച്ചു. ആ രൂപതയുടെ ഭരണം തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുറ്റവാളികളുടെയും ചൂതാട്ടത്തിൻ്റെയും എല്ലാ വൃത്തികേടുകളുടെയും കേന്ദ്രമായിരുന്നു എന്ന്. ആ സ്ഥലത്ത് നന്മയുണ്ടാകാനായി പള്ളിയും കോൺവെൻറ്റുകളും ചാപ്പലുകളും ഒക്കെ ഉണ്ടാകണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം 1852 കെൻറ്റക്കിയിലുള്ള ലൊറേറ്റോ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സന്യാസിനിമാരോട് സാന്താഫേയിൽ വന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങണമെന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ടായിരുന്നത്, ആ പിതാവിനൊരു വലിയ വിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കരുതിയത് ഈ ജനങ്ങളുടെ പൊതുവെയുള്ള അസാന്മാർഗികതകളൊക്കെ മാറേണ്ടത് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്നാണ്. നല്ലൊരു കുടുംബം ഉണ്ടായാലേ നല്ല മക്കളുണ്ടാകൂ, നല്ല സമൂഹം ഉണ്ടാകൂ. അപ്പോൾ അതിലേറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റുന്നത് പെൺകുട്ടികൾക്കാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ലോകമാസകലം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിതാവ് ഒരു സ്കൂൾ അവിടെ പെൺകുട്ടികൾക്ക് ഒരു റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങണം എന്ന് കരുതി. അതുകൊണ്ടാണ് ഈ ലൊറേറ്റോ സിസ്റ്റേഴ്സിനെ പിതാവ് അവിടേക്ക് കൊണ്ടുവന്നത്. ഈ സിസ്റ്റേഴ്സ് അവിടെ വന്നു 1852. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വളരെ അപകടകരമായ സാഹചര്യമാണ്. ആക്രമണകാരികളായ റെഡ് ഇന്ത്യക്കാരുടെ ആക്രമണം വളരെയധികം ഉണ്ട്. മാരക രോഗങ്ങളുണ്ട്, പകർച്ചവ്യാധികളുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിലേക്ക് ഈ കുറച്ച് സിസ്റ്റേഴ്സ് വന്നു. ആ സമയത്ത് തന്നെ പിതാവ് അവിടെ കത്തീഡ്രൽ പണിയുന്നു, അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് അവർക്കൊരു കോൺവെൻറ്റ് പണിതു അവിടെ. ഈ കത്തീഡ്രലിൻ്റെ പണിക്ക് വേണ്ടിയും കത്തീഡ്രലിനോടനുബന്ധിച്ചുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ പണിക്ക് വേണ്ടിയും 2 ഫ്രഞ്ച് ആർക്കിടെക്ട്സിനെയാണ് പിതാവ് കൊണ്ടുവന്നത്, അപ്പനും മകനും. അതിൽ അപ്പൻ്റെ പേര് ആന്ത്വാങ് മൂളി എന്നാണ്, മകൻ്റെ പേര് പ്രൊജക്ടസ്. അതിനിപ്പോൾ ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ ഒരു പേരിട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്, പ്രൊജക്ടസ്. ഏതായാലും പ്രൊജക്ടസ് ഒരു നമ്മളിനി കാണാൻ പോകുന്നൊരു കഥാപാത്രം. കത്തീഡ്രലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതാവ് പറഞ്ഞു, ഈ സിസ്റ്റേഴ്സിന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചാപ്പൽ പണിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ആന്ത്വാങ് മൂളി അപ്പൻ ഈ കത്തീഡ്രലിൻ്റെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊജക്ടസിനോട് സിസ്റ്റേഴ്സിനുള്ള ചാപ്പൽ പണിയാൻ പറഞ്ഞു. അപ്പോൾ പ്രൊജക്ടസ് ആ സിസ്റ്റേഴ്സിനുള്ള ചാപ്പല് പണിതു. ഇതാണ് ആ ചാപ്പല്, ഇപ്പോഴും ഉണ്ടത് അവിടെ. 1852 കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ ചാപ്പലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ചാപ്പല്, ചെറിയ ഒരു പള്ളി. അപ്പോൾ ഇതിൻ്റെ രസകരമായ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ചാപ്പലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൊജക്ടസ് വേറൊരു വേണ്ടാത്ത പണിയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു.
പ്രൊജക്ടസ് അവിടെ ഉണ്ടായിരുന്ന ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ട് ശരിയല്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു അയാൾക്ക്. അത് ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, ആ കാലത്തെ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പോക്കറ്റിൽ ചില്ലറ ഇട്ടുകൊണ്ട് നടക്കുന്ന പോലെയാണ് തോക്കിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. വൈൽഡ് വെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഏതായാലും ആ ഭർത്താവ് വന്ന് വളരെ പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി അയാൾ പ്രൊജക്ടസിനെ വെടിവെച്ച് കൊന്നു. സിസ്റ്റേഴ്സ് ആകെ പെട്ടു. എന്താണ്, ചാപ്പലിൻ്റെ പണി തുടങ്ങി എന്നാൽ കഴിഞ്ഞിട്ടുമില്ല. ഇതിനൊരു വലിയ പ്രശ്നമുണ്ടായി. പണിയിനെയും പൂർത്തിയാക്കണമെങ്കിൽ ആ കെട്ടിടം പണിയുടെ പ്ലാൻ വെച്ചിട്ട് വേണമല്ലോ മുന്നോട്ട് പോകാൻ. ആ പ്ലാൻ എടുത്ത് നോക്കിയപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. ചാപ്പൽ ശരിക്കും 2 നിലയാണ്. പ്രധാന ചാപ്പല്, അതിൻ്റെ മേലെ കൊയറിന് നിന്ന് പാടാനുള്ള ഒരു ബാൽക്കണിയുണ്ട്. നമ്മുടെ പള്ളിക്കുള്ളതുപോലെ തന്നെ ഒരു ബാൽക്കണിയുണ്ട്. പക്ഷേ ഈ ബാൽക്കണിയിലേക്ക് കയറാനുള്ള കോവണി പ്ലാനിലില്ല. എന്ന് മാത്രവുമല്ല, എത്രയൊക്കെ ആലോചിച്ചിട്ടും ഇവിടെ ഒരു കോവണി പണിയണമെങ്കിൽ പള്ളിയുടെ ഒരു വലിയ ഏരിയ, ഇതൊരു ചെറിയ ചാപ്പലാണ്, വലിയ പള്ളിയിൽ നിങ്ങൾ കണക്കൂട്ടരുത്. ഈ ചാപ്പലിൻ്റെ വലിയ ഒരു ഭാഗം ഈ ഗോവണിക്ക് വേണ്ടി ചിലവാകും. അപ്പോൾ ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആർക്കും അറിയില്ല. പള്ളിപണി കഴിഞ്ഞു, കൊയറിലേക്ക് കയറി സിസ്റ്റേഴ്സിന് പാടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പള്ളിയുടെ പണി കഴിഞ്ഞു, എല്ലാവരും വിഷമിച്ചിരിക്കുക. ലൊറേറ്റോ സിസ്റ്റേഴ്സ് ഒരു കാര്യം ചെയ്തു. അവർ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഒരു നൊവേന തുടങ്ങി. നൊവേന 9 ദിവസമാണല്ലോ. 9ാമത്തെ ദിവസം, നൊവേനയുടെ 9ാമത്തെ ദിവസം ഒരാശാരി അവിടെ വന്നു. ഈ ആശാരി വന്നിട്ട് 2 കാര്യങ്ങൾ ചോദിച്ചുള്ളൂ. ഒന്ന്, ഇവിടെ ഒരു ഗോവണി പണിയാനുള്ള പെർമിഷൻ. 2ാമത്, ധാരാളം വെള്ളം കൊള്ളുന്ന കുറേ വീപ്പകൾ വേണം. ഇതൊന്നും വിശദീകരണമൊന്നും അദ്ദേഹം പറഞ്ഞില്ല. സിസ്റ്റേഴ്സ് വളരെ സന്തോഷത്തോടെ ഇതിനെല്ലാം സമ്മതിച്ചു. അങ്ങനെ പെർമിഷൻ കൊടുത്തു, വെള്ളം ധാരാളം കൊള്ളുന്ന വീപ്പകൾ കൊടുത്തു. ആശാരി പണി തുടങ്ങി. വളരെ നിശബ്ദനായ ഒരു ആശാരി. സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ആശാരി ഒരു മൂലയ്ക്ക് പോയിട്ട് അനങ്ങാതിരിക്കും. അപ്പോൾ കൊട്ടുപിടിയും ഇത് എടുത്തുള്ള പണിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ആശാരിമാരെ നമുക്കറിയാമല്ലോ, ആരെങ്കിലും വരുന്ന സമയത്താണല്ലോ അടിയുടെ ഒച്ച കൂടുന്നത്. ഈ ആശാരി പ്രാർത്ഥിക്കാൻ സിസ്റ്റേഴ്സ് വരുമ്പോൾ ഒരു മൂലയ്ക്ക് പോയി വളരെ സ്വസ്ഥമായിട്ട് നിശബ്ദനായിട്ട് അവിടെ ഇരിക്കും. സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥന കഴിയുമ്പം അദ്ദേഹം വീണ്ടും പണി തുടരും. ഒരാളോടും ഒരു വാക്കുപോലും അദ്ദേഹം ഈ പണി കഴിയുന്ന കാലം വരെ സംസാരിച്ചിട്ടില്ല. അത് സിസ്റ്റേഴ്സിന് വളരെ അത്ഭുതമായിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നു. അവസാനം പണിയെല്ലാം കഴിഞ്ഞ് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു ഗോവണി അവിടെ ഉണ്ടായി. ആ ഗോവണിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന രീതിയിലല്ല അന്ന് അതിൻ്റെ പണി കഴിഞ്ഞത്. ഞാനത് വിശദീകരിക്കാം. ഡബിൾ ഹീലിക്സ്, ഇങ്ങനെ വളഞ്ഞ് സ്പൈറലായിട്ട് പോകുന്ന ഡബിൾ ഹീലിക്സ് രീതിയിലുള്ള ഒരു ഗോവണിയാണ്. ഇതിന് വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു. 2-3 പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്നാമത്, ഈ ഗോവണിയുടെ പണിയിലെങ്ങും ഒരൊറ്റ ആണി പോലും ഉപയോഗിച്ചിട്ടില്ല. ജോയിന്റുകൾ കൊണ്ട് മാത്രം പണിത് ഒരൊറ്റ ആണി ഈ ഗോവണിയുടെ പണിയിലെങ്ങുമില്ല. 2ാമത്തെ പ്രത്യേകത, ഇതിങ്ങനെ ഒരു ഹീലിക്സ് ഷേപ്പിൽ നിൽക്കുകയാണല്ലോ. മേലെ ബാൽക്കണിയിലേക്ക് കയറാനായിട്ട് ആ ബാൽക്കണിയുമായിട്ടൊരു ജോയിന്റ് ഇല്ല. യാക്കോബിൻ്റെ ഗോവണി സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ മേലെ കണക്ട് ചെയ്യാതെ അതങ്ങനെ നിൽക്കുകയാണ്. 3ാമത് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇതിന് കൈവരി, ഇന്ന് നിങ്ങൾ നോക്കിയാൽ കൈവരി കാണും, പക്ഷേ അന്ന് അതിന് കൈവരിയും ഉണ്ടായിരുന്നില്ല. അതായത് ആകാശത്തിലേക്ക് ഒരു ഗോവണി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു, അതിന് കൈവരികളില്ല. മേലെ ചെന്ന് ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ലാൻഡിങ്ങുമായിട്ട് അതിന് കണക്ഷനുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗോവണി യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ നിൽക്കുക സാധ്യമാണോ? നമുക്കറിയാമല്ലോ, ജോയിന്റിലാണല്ലോ ഇതിൻ്റെ ബലം നിൽക്കേണ്ടത്. യാതൊരു കുഴപ്പമുണ്ടായില്ല, അതങ്ങനെ തന്നെ അവിടെ നിന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ആരൊക്കെയോ വന്നപ്പോൾ അവർക്ക് പേടിയായി, ഇങ്ങനെ ഈ ഗോവണി വഴി കയറിപ്പോയാൽ അബദ്ധമുണ്ട്. ഒത്തിരി കാലം സിസ്റ്റേഴ്സ് കയറി ഇറങ്ങുകയും ചെയ്തു, ആർക്കും കുഴപ്പമുണ്ടായില്ല. എന്നാൽ ഒരു ധൈര്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ കൈവരി. ഇപ്പം നമ്മൾ കാണുന്ന കൈവരി. മുമ്പ് അതിന് കൈവരി ഉണ്ടായിരുന്നില്ല. ഏതായാലും സിസ്റ്റേഴ്സ് അത്ഭുതപ്പെട്ടു പോയി. വന്ന് കണ്ടവരൊക്കെ ഈ ഗോവണിയുടെ മനോഹാരിതയിൽ വളരെ അത്ഭുതപ്പെട്ടു. അതിമനോഹരമാണിത്. ഇന്നും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എല്ലാ വർഷവും പോകുന്നുണ്ട് സാന്താഫേയിൽ ഇത് കാണാൻ വേണ്ടി മാത്രം. ഇങ്ങനെയൊരു മനോഹരമായ ഒരു ഗോവണി പണിയുകയും ഈ പ്രശ്നം പരിഹരിക്കുകയും
എന്നാൽ അതിൽ വളരെ അത്ഭുതകരമായി ഒത്തിരി കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ നിശബ്ദനായ ആശാരിക്ക് ബിഷപ്പിനോടൊപ്പം ഒരു വിരുന്ന് കൊടുക്കണമെന്ന് സിസ്റ്റേഴ്സ് ആഗ്രഹിച്ചു. അങ്ങനെ അവർ ബിഷപ്പിനെ പറഞ്ഞു വെച്ചു. ബിഷപ്പിൻ്റെ സൗകര്യമുള്ള ദിവസം വെച്ചു. ഈ ആശാരിയെ പോയി വിളിക്കാൻ ചെന്നപ്പോൾ ആശാരി ഇല്ല അവിടെ, ആശാരിയുടെ ഉപകരണങ്ങളും ഇല്ല അവിടെ. ചാപ്പൽ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ആശാരിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. അപ്പോൾ അവർക്കൊരു വേറൊരു വിഷമമായി. ഈ ആശാരി പണി കഴിച്ചതിന് കൂലി പോലും മേടിച്ചിട്ടില്ല. ഒറ്റ പൈസ, നയാ പൈസ ഇതുവരെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. അങ്ങനെ കൂലി മേടിക്കാതെ അത്ഭുതകരമായിട്ട് ഈ ഗോവണി പണി കഴിപ്പിച്ചിട്ട് ഈ ആശാരി പോയി. സിസ്റ്റേഴ്സ് അന്ന് പറഞ്ഞു, ഇത് സത്യമായും വിശുദ്ധ യൗസേപ്പ് പിതാവ് തന്നെ വന്ന് പണിതതാണ്, അല്ലെങ്കിൽ പിതാവ് പറഞ്ഞു വിട്ട് ഒരു മാലാഖ ചെയ്തതാണ്. സിസ്റ്റേഴ്സ് പറഞ്ഞു, നമ്മൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മുമ്പ് ഒരിക്കലുമില്ലാത്ത തീക്ഷ്ണത നമ്മൾക്ക് അനുഭവപ്പെട്ടത് ഓർമ്മയില്ലേ? സിസ്റ്റേഴ്സ് പലപ്പോഴും പറയായിരുന്നു. എന്തായിരുന്നു തീക്ഷ്ണത? പള്ളിയുടെ മൂലയ്ക്ക് യൗസേപ്പ് പിതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതായിരുന്നു അതിൻ്റെ മാറ്റം. ഈ ഗോവണി വലിയ അത്ഭുതമാണ്, അതിന് സംശയമില്ല. ഞാനിപ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ കൂലി മേടിക്കാത്തതിൽ ഞാൻ നോക്കിയിട്ട് യാതൊരു അത്ഭുതവും ഇല്ല. എന്താ അതിന് കാരണം? സ്വന്തം വീട്ടിലെ പണിക്ക് ആരും കൂലി മേടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല, അതിനകത്തൊരു സത്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. ഈ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ലൊറേറ്റോ സിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. ഈ ലൊറേറ്റോ എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഞാൻ പറയാം. ല കാസാ ദി ലൊറേറ്റോ എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമുണ്ട്. ലൊറേറ്റോയിലെ വീട് എന്നാണ്, കാസ എന്ന് പറഞ്ഞാൽ വീട്, ലൊറേറ്റോയിലെ ഭവനം. ല കാസ എന്ന് പറഞ്ഞാൽ ദ ഹൗസ് എന്നാണ്. അത് സാധാരണ ഒരു വീടെന്നല്ല, ഒരു പ്രത്യേകതയുള്ള വീട്. ഏതാണ് ആ വീടിൻ്റെ പ്രത്യേകത? ഇറ്റലിയിലാണ് കേട്ടോ ലൊറേറ്റോ, ഇറ്റലിയിലാണ് ലൊറേറ്റോ. ല കാസാ ദി ലൊറേറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ തിരുഭവനം എന്ന് വേണമെങ്കിൽ പറയാം. അതിനങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നസ്രസിലെ തിരുക്കുടുംബത്തിൻ്റെ വീടായിരുന്നു ഈ ലൊറേറ്റോ ഭവനം എന്ന് പറയുന്നത് എന്ന് പറയും. നസ്രസ് എവിടെയാ? ഇസ്രയേലിൽ. ലൊറേറ്റോ എവിടെയാ? ഇറ്റലിയിൽ. പരിശുദ്ധ അമ്മ അവളുടെ ഗർഭകാലം കഴിച്ച വീടാണ് ലൊറേറ്റോ ഭവനം എന്ന് പറയുന്നത്. അതിവിശുദ്ധമെന്ന് വിശ്വാസികളും സഭയും കരുതുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ല കാസാ ദി ലൊറേറ്റോ ഇരിക്കുന്ന പള്ളിയായി ഇത്. അതിനു ചുറ്റും വലിയൊരു കത്തീഡ്രൽ പണിത് വെച്ചു. അതിനകത്ത് ഈ കാണുന്നത് ലൊറേറ്റോ ഭവനമല്ല. ലൊറേറ്റോ ഭവനം അത്ര തീവ്രമായിട്ട് സംരക്ഷിക്കണമെന്ന് അവിടുത്തെ വിശ്വാസികൾക്ക് തോന്നിയത് കൊണ്ട് ആ ഭവനത്തിന് ചുറ്റും അവർ മാർബിൾ കൊണ്ടൊരു കവചം ഉണ്ടാക്കി. ആ കവചമായി കാണുന്നത്. ഈ അകത്ത് കാണുന്നതാണ് ലൊറേറ്റോ ഭവനത്തിൻ്റെ 2 മുന്നിലേക്കും പിന്നിലേക്കുമുള്ള ചിത്രങ്ങൾ ഒന്നിച്ചു ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ വീട്ടിലാണ് മാതാവ് തൻ്റെ ഗർഭകാലം കഴിച്ചത്. ഉണ്ണിമിശിഹ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കൃപയിലും വളർന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞ വീട്, ആ വീടായത്. അത് മാത്രമല്ല, വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉണ്ണീശോയെ തച്ചുശാസ്ത്രം പറഞ്ഞു പഠിപ്പിക്കുകയും നീതിശാസ്ത്രം എന്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു പഠിപ്പിക്കുകയും ചെയ്ത വീടാണ്. 13-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ആക്രമണമുണ്ടായി. ഈ മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ അവർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, സഭയെ സംബന്ധിച്ച എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും അവർ തകർത്ത് കളയും, അല്ലെങ്കിൽ അവരുടേതാക്കി മാറ്റും. സഭയുടെ വിശ്വാസ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് കളയുന്നതാണ് അവരുടെ രീതി. നിങ്ങൾക്കറിയാമല്ലോ, 8-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ജെറുസലേമിന് നേരെയുള്ള അറബികളുടെയും തുർക്കികളുടെയും മുസ്ലിങ്ങളുടെ പൊതുവെയുള്ള ആക്രമണം. 13-ാം നൂറ്റാണ്ടിലെ ആക്രമണം തടഞ്ഞു നിർത്താൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മാലാഖമാര് നസ്രസിലെ തിരുക്കുടുംബത്തിൻ്റെ വീട് ഒരൊറ്റ രാത്രി കൊണ്ട് എടുത്ത് ലൊറേറ്റോയിൽ കൊണ്ടുപോയി വെച്ചതാണ്. അതുകൊണ്ടാണ് അതിനെ കാസാ ദി ലൊറേറ്റോ എന്ന് പറയുന്നത്, ലൊറേറ്റോയിലെ തിരുഭവനം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ലൊറേറ്റോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഈ ലൊറേറ്റോയിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട സിസ്റ്റേഴ്സ് ആണ് ലൊറേറ്റോ സിസ്റ്റേഴ്സ്. ഈ ലൊറേറ്റോ ദേവാലയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം കേട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ലൊറേറ്റോ. ജോൺ പോൾ 2 മുതൽ കൊച്ചു ത്രേസ്യ വരെ മുതൽ അനേകം മാർപ്പാപ്പമാരും അനേകം വിശുദ്ധരും അനേകം തീർത്ഥാടകരും അവിടെ പോകാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചു പോയി പ്രാർത്ഥിച്ച് വിശ്വാസ തീക്ഷ്ണത പ്രാപിച്ച സ്ഥലമാണ്
ലൊറേറ്റോ ഭവനം എന്ന് പറയുന്നത്. അനേകം ആൾക്കാർ, ഇന്നും ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷവും പോകുന്ന സ്ഥലം. ലെപ്പാൻഡോ യുദ്ധത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഞാൻ ഒരിക്കലും എടുത്തത് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വീഡിയോയിലുണ്ട്, അത് കാണുക. അതിനകത്ത് 1571 ലെപ്പാൻഡോ യുദ്ധം, ഒരിക്കലും ക്രിസ്ത്യാനികൾ ജയിക്കുകയില്ല എന്ന് കരുതിയിരുന്ന ലെപ്പാൻഡോ യുദ്ധം അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾ ഒരു കാര്യം ചെയ്തത് നമ്മൾ കണ്ടായിരുന്നു. അവരാരും മാസങ്ങളോളം കടലിൽ യുദ്ധം ചെയ്ത യോദ്ധാക്കൾ വീട്ടിൽ പോകാതെ അവര് ലൊറേറ്റോ മാതാവിൻ്റെ ഈ ദേവാലയത്തിൽ ചെന്നിട്ട് ആ ദേവാലയത്തിന് ചുറ്റും നടന്നുകൊണ്ട് ഓക്സീലിയം ക്രിസ്ത്യനോരും എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന്. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഓക്സീലിയം ക്രിസ്ത്യനോരും എന്നുള്ളത് ലൊറേറ്റോ ലുത്തിനിയ, ലുത്തിനിയയുടെ യഥാർത്ഥ പേര് ലൊറേറ്റോ ലുത്തിനിയ എന്നാണല്ലോ. ലൊറേറ്റോ ലുത്തിനിയയിൽ 5-ാം പിയൂസ് പാപ്പ പിന്നീട് ചേർത്തതാണ് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് ചൊല്ലുന്ന ലൊറേറ്റോ ലുത്തിനിയയിലെ ഓക്സീലിയം ക്രിസ്ത്യനോരും, ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന് പറയുന്നത്. ഈ വീടിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീട് പണിതത് ആരായിരിക്കും? യൗസേപ്പ് പിതാവ് സ്വന്തം കൈകൊണ്ട് പണിത വീടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഭവനത്തിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റില്, ഒരു ചാപ്പലില് ഒരാവശ്യം ഉണ്ടായാൽ പിന്നെ യൗസേപ്പ് പിതാവ് തന്നെയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. സ്വന്തം വീട്ടിലെ പണിക്ക് കൂലി മേടിക്കുന്നതിനകത്ത് ന്യായമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പിതാവ് അവിടെ നിന്ന് പൈസ മേടിക്കാതിരുന്നതിൽ, ആ ആശാരി അവിടെ നിന്ന് പൈസ മേടിക്കാതിരുന്നതിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. യൗസേപ്പ് പിതാവിൻ്റെ നൊവേന ചൊല്ലി ലൊറേറ്റോ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യൗസേപ്പ് പിതാവോടെ അത്ഭുതം ചെയ്യുകയില്ല എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ നമ്മൾ. എന്തുകൊണ്ടാണ് യൗസേപ്പ് പിതാവിന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. കാരണം എന്തെന്ന് വെച്ചാൽ, യൗസേപ്പ് പിതാവ് തൊഴിൽ കൊണ്ട് തെക്ടോൺ എന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് വിശദീകരിക്കാൻ ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയ തെറ്റിദ്ധാരണ മാറ്റിയതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും വിശ്വസിക്കാൻ പറ്റിയല്ല. യൗസേപ്പ് പിതാവ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ടല്ലോ, അത് നിങ്ങളുടെ പിതാവിൻ്റെ ചിത്രമാണോ, നിങ്ങളുടെ വല്യപ്പൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചിത്രമാണോ? പൊതുവേ ഗ്രാൻഡ് ഫാദറിൻ്റെ ചിത്രമാണ് അല്ലേ? ഒരു വയസ്സനായിട്ടുള്ള ഒരു മനുഷ്യൻ അതിസുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയോടൊപ്പം ഇരിക്കുന്ന ഒരു ചിത്രം. സത്യത്തിൽ യൗസേപ്പ് പിതാവ് ഇതുപോലെ നമ്മൾ ഈ കരുതുന്ന പോലെ ഒരു പടുവൃദ്ധനേ ആയിരുന്നില്ല. അത് ഞാൻ 4 കാരണങ്ങൾ പറയാം. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, സമയമില്ലാത്തത് കൊണ്ട്. പക്ഷേ യൗസേപ്പ് പിതാവ് ഒരു പടുവൃദ്ധനല്ലായിരുന്നു എന്നതിൻ്റെ 4 തെളിവുകൾ തരാം. അതിൽ ഒന്നാമത്തെ തെളിവ് സാമൂഹ്യ വ്യവസ്ഥിതിയെ സംബന്ധിച്ച തെളിവ്. രണ്ടാമത്തേത് തൊഴിൽപരമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു വൃദ്ധനായിരുന്നില്ല എന്ന് തെളിയിക്കാം. മൂന്നാമത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തെളിവുകളുണ്ട്. നാലാമതായിട്ട് ന്യായശാസ്ത്രപരമായ, ലോജിക്കലായിട്ട് റീസൺ ചെയ്ത് നമുക്ക് എടുക്കാവുന്ന തെളിവുകൾ. അതിലൊന്നാമത്തേത് സാമൂഹ്യ വ്യവസ്ഥിതി സംബന്ധിച്ച്. യഹൂദ ആചാരപ്രകാരം വിവാഹം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ സാമൂഹ്യ രീതി അനുസരിച്ചുള്ള വിവാഹമല്ല. നമ്മൾ വിവാഹം ഇന്നെങ്കിലും നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് തോന്നുമ്പോഴോ ആയി കഴിയുമ്പോഴോ ആണല്ലോ. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. വിവാഹം കഴിക്കുന്നത് ഒരു ലേറ്റ് ടീനേജിൽ, ഒരു 17-18 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏർലി 20s, ഒരു 22-23 വയസ്സിനുള്ളിൽ അന്ന് കല്യാണം കഴിയും. കാരണം ഇന്നത്തേതുപോലെ അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കണമെന്നുള്ളൊരു സാമൂഹ്യ രീതി ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. ഒരുതരം കുടുംബം തമ്മിലുള്ള ആ ബന്ധം അത്രയും അധികമായിരുന്നതുകൊണ്ട്, പരസ്പരമുള്ള സപ്പോർട്ട് അത്രയും അധികമായിരുന്നതുകൊണ്ട് ആർക്കും കല്യാണം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിക്കായിരുന്നു. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ആവശ്യങ്ങളും നമ്മുടെ ഇന്നത്തെ പോലെ അത്ര വിപുലമല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം, നിങ്ങളുടെയൊക്കെ ഒരുപക്ഷെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് എങ്കിലും നിങ്ങളെക്കാളും വളരെ ചെറുപ്പത്തിലായിരിക്കും കല്യാണം കഴിച്ചിരിക്കുക. അതിന് കാരണം ആ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. യഹൂദരുടെ വിവാഹം സാധാരണ നടന്നിരുന്നത്, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത് ലേറ്റ് ടീൻസ്, ഏർലി 20s, ആ സമയത്താണ് വിവാഹം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൗസേപ്പ് പിതാവ് വയസ്സ് വരെ കാത്തിരുന്നു. ഇനിയിപ്പോൾ ഒരു മൂത്താശാരി ആയി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് കരുതി അദ്ദേഹം ഇരുന്നു എന്ന് ചിന്തിക്കാൻ ന്യായമില്ല.
രണ്ടാമത്തേത് തൊഴിൽപരമായ കാരണം. വിശുദ്ധ ഗ്രന്ഥം വായിച്ചതുകൊണ്ടും പാരമ്പര്യം കൊണ്ടും നമുക്കറിയാം യോസേപ്പ് പിതാവിൻ്റെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും ആശാരിയായിരുന്നുവെന്ന്. അത് സത്യത്തിൽ ശരിയല്ല. അഥവാ അദ്ദേഹം ഒരു ആശാരി മാത്രമായിരുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോസേപ്പ് പിതാവിൻ്റെ തൊഴിലിനെ കുറിച്ച് പറയുന്ന വാക്ക് തെക്തോൺ എന്നാണ്. തെക്തോൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആശാരി എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയല്ല. ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്നോ ഒരു ബിൽഡർ എന്നോ ഒരു നിർമ്മാണ വിദഗ്ധനെന്നോ ഒക്കെ വേണം ഈ തെക്തോൺ എന്ന് പറഞ്ഞാൽ. അതായത് കല്ലുകൊണ്ടും തടി കൊണ്ടും ലോഹങ്ങൾ കൊണ്ടുമൊക്കെ ഒരുപോലെ പണിയാൻ കഴിവുള്ളയാളെയാണ് തെക്തോൺ എന്ന് വിളിക്കുന്നത്. ഒരുതരം ഒരു സകലകലാ വല്ലഭനായിരിക്കണം തെക്തോൺ എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ വളരെ നിയതമായ രീതിയിൽ ആശാരി ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, മറ്റൊരാൾ ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് പറയുന്ന, നമുക്ക് എഞ്ചിനീയറിംഗിലൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിൻ്റെ വിവിധ ബ്രാഞ്ചുകളെ കുറിച്ച് പറഞ്ഞാൽ അത് പറയാൻ തന്നെ 1 മണിക്കൂർ വേണം. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാ പണിയും ചെയ്യുമായിരുന്നു. പണ്ടത്തെ കാലത്ത് വീട് പണിയുന്ന കാലത്തും അങ്ങനെയൊക്കെ വീട് പണിയാൻ ഈ ആശാരിമാരൊക്കെ തുടങ്ങി തന്ന, അതിനൊക്കെ മുമ്പ് സ്വന്തമായിട്ടല്ലേ എല്ലാവരും വീടൊക്കെ പണിതുകൊണ്ടിരുന്നത്. വീട് പണിതുകൊണ്ടിരിക്കുന്നവൻ എല്ലാ പണിയും ചെയ്യാനുള്ള കഴിവുള്ളവനായിരുന്നു. ഇത് മാത്രവുമല്ല, നമുക്കറിയാം മധ്യപൗരസ്ത്യദേശം തടികൾ അത്ര അധികം ഉള്ള സ്ഥലമല്ല. അപ്പോൾ വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പണിയുന്നത് കല്ലുകൊണ്ടാണ്, വലിയ കല്ലുകൾ കൊണ്ട്. കാരണം ബലം കിട്ടാൻ വേണ്ടി ഈ കല്ലുകളൊക്കെ പിടിച്ചു വെച്ച് അത് അടിച്ച് പൊട്ടിച്ച് അതിന് മുഖമുണ്ടാക്കുക എന്നാണ് പറയുക. അതിന് ഷേപ്പാക്കി എടുക്കാനൊക്കെ കഴിവുള്ള നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു തെക്തോൺ ആയിരിക്കാൻ പറ്റുള്ളൂ. വെറുതെ തടി ഇങ്ങനെ മിനുക്കി ഉരച്ചോണ്ടിരുന്നാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല ആരോഗ്യം വേണം. ഈ കല്ലുകളൊക്കെ പിടിച്ച് വെക്കാനും അത് അടിച്ച് പൊട്ടിച്ച് ഉരുണ്ടിരിക്കുന്ന കല്ലിന് ഷേപ്പാക്കാനും ഒക്കെ നല്ല ആരോഗ്യം വേണം. സത്യത്തിൽ വീട്ടുപണിക്കാരൻ എന്താണെന്നറിയാം, ഈ തെക്തോണിനെ പിടിച്ചിട്ട് എനിക്കൊരു വീട് വേണം കേട്ടോ എന്ന് പറയും. ഇത്രയുണ്ട് എൻ്റെ കയ്യിൽ പൈസ എന്ന് പറയും. പിന്നെ ഈ പണി മുഴുവൻ കഴിച്ചങ്ങോട്ട് കൊടുക്കുകയായി. അതിനുള്ള എല്ലാ കഴിവും ഉണ്ടാകണം. അതിനുള്ള നല്ല ശാരീരിക ശേഷിയും വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന യോസേപ്പ് പിതാവിന് ഇതിനൊക്കെയുള്ള ആംബിയർ ഉണ്ട് എന്ന്? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ ഒരു സംഭവമേ ആയിരുന്നില്ല യോസേപ്പ് പിതാവ്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലെ തെളിവുകൾ പറയാം. ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസ് 6:3 ഇങ്ങനെയാണ് പറയുന്നത്, ഇവൻ ആശാരിയല്ലേ. അതുകൂടാതെ വേറൊന്നും കൂടെ അവിടെ പറയുന്നുണ്ട്, യാക്കോബ്, യോസേ, യൂദാസ്, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ ആശാരിയല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ സഹോദരന്മാരെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഈശോയ്ക്ക് നിർമ്മാണ ശാസ്ത്രത്തിലെ അവഗാഹം വളരെ ആഴമേറിയതായിരുന്നു. ഈശോയുടെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ അതിനകത്തൂടെ പോവുകയാണെങ്കിൽ, വരികൾക്കിടയിൽ കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈശോയ്ക്ക് ഈ തെക്തോണിൻ്റെ പണിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്ന്. മത്തായി 21:42 ഈശോ പറയുന്ന, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. നമ്മളെല്ലാം കേട്ടിട്ടുള്ള വാക്കാണ്, വാചകമാണ്. സത്യത്തിൽ 118-ാം സങ്കീർത്തനത്തില് സോളമന്റെ ദേവാലയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അതിമനോഹരമായ ഒരു സങ്കല്പമായത്. അത് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല, അവരോട് വിശദീകരിച്ചോളാം. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈശോ ജീവിക്കുന്ന കാലത്തെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി വരാനിരിക്കുന്ന സകല തലമുറകൾക്കും വേണ്ടി ഒരു തത്വശാസ്ത്രം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഈശോയ്ക്ക് എവിടെ വീട് പണിയണമെന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് മത്തായി 7:24-27. എവിടെയാ വീട് പണിയേണ്ടത്? പാറമേലായിരിക്കണം വീട് പണിയേണ്ടത്. അതൊന്നും വെറുതെ കാണാൻ കൊള്ളാവുന്ന സ്ഥലം, അവിടെ പാറയില്ലെങ്കിൽ വീട് പണിയരുത് എന്നറിയാനും മാത്രം അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു ഈ തെക്തോണിനെ കുറിച്ച്, പണിയെക്കുറിച്ച്. എങ്ങനെ വീട് പണിയണം, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം വീട് പണിയണം. ലൂക്ക 14:28, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ഏതായാലും മണ്ടത്തരമാണെന്നാണ് ഈശോ പറയുന്നത്. ഇനിയുണ്ട് എക്സാമ്പിൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, യോസേപ്പ് പിതാവ് ഒരു വൃദ്ധനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നതേയില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. വിശുദ്ധ എങ്ങും പറയുന്നില്ല യോസേപ്പ് പിതാവ് ഒരു വൃദ്ധനാണെന്ന്. പക്ഷെ എങ്ങനെയാ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത വന്നുപോയത് യോസേപ്പ് പിതാവ് ഒരു വൃദ്ധനായിരുന്നു എന്നുള്ളത്? അതെങ്ങനെയാണെന്നറിയോ? നിങ്ങളെയോ എന്നെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറിയത്തിന്റെ കന്യകാത്വത്തിന് തെളിവ് കൊടുക്കാൻ വേണ്ടി മധ്യകാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പൊടിവിദ്യയാണിത്. ഇത് ഞാൻ പറയുമ്പോൾ മധ്യകാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ആദിമസഭയ്ക്ക് മറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആദിമസഭയിലെ
നമുക്ക് ലഭിച്ചിരിക്കുന്ന സഭയിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥനകളൊന്ന്. സ്വർഗസ്നായ പിതാവ് നമുക്കറിയാലോ, സഭയിൽ ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? സുബ്തൂവും പ്രസീദിയം കൺഫൂജിമൂസ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. സുബ്തൂവും പ്രസീദിയം കൺഫൂജിമൂസ്, അതിന്റെ അവസാനം വിർഗോ ഗ്ലോറിയോസ എത്ത് ബെനഡീത്ത. നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ മലയാളത്തിൽ ആദ്യത്തെ 3 വാക്ക് ഞാൻ ചൊല്ലിയാൽ അതിന്റെ ബാക്കി നിങ്ങൾ എല്ലാവരും ചൊല്ലും. സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ, അടുത്ത വാക്കെന്താ? ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥന നമ്മൾ ഓരോ ദിവസവും ലുത്തിനിയായോട് ജപമാലയോട് ചേർത്ത് ചൊല്ലിയല്ലേ? ഈ പ്രാർത്ഥന സഭയുടെ ഏറ്റവും പഴയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാ അവസാനിക്കുന്നത്? ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ കന്യകയെ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമാണ് അവൾ, കന്യകയുമാണ് എന്ന കാര്യത്തിൽ ആദിമസഭയ്ക്ക് സംശയമില്ലായിരുന്നു. മധ്യകാലഘട്ടം വന്നപ്പോൾ സഭയുടെ വിശ്വാസ സംബന്ധമായ ദൈവശാസ്ത്രപരമായ ഈട് കുറഞ്ഞ കാലഘട്ടമാണ് മധ്യകാലഘട്ടം. ഇരുണ്ട കാലഘട്ടം എന്നാണ് അതിനെ പറയുന്നത്. ആ സമയത്ത് ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമാക്കി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവുള്ള ആൾക്കാർ കുറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കാണുന്നത് പോലെ തട്ടുമുട്ടി ന്യായങ്ങളുമായി വന്നതാണ്. യൗസേപ്പിതാവ് ഒരു പടുവൃദ്ധനായിരുന്നു. ഇയാളൊരു പടുവൃദ്ധനാണെങ്കിൽ മാതാവിനെ അധികം ശല്യപ്പെടുത്താൻ സാധ്യതയില്ല. അതാണ് ഉദ്ദേശം. എങ്ങനെയുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യൗസേപ്പിതാവും മാതാവും അവരുടെ ഏറ്റവും ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ അവരെ കന്യകാത്വം വിശ്വാസമായിട്ട് പ്രഖ്യാപിച്ച് ഒരു ജീവിതചര്യയായി സ്വീകരിച്ചിരുന്നവരാണ്. യൗസേപ്പിതാവ് ഒരു വയസ്സനായതുകൊണ്ട് ആരോ പറഞ്ഞതുപോലെ ആംബിയർ ഇല്ലാത്തത് കൊണ്ട് മാതാവിന് കന്യകാത്വം ഉണ്ടായിപ്പോയതല്ല. അവർ രണ്ടുപേരും യൗവനത്തിൻ്റെ തീക്ഷ്ണതയിലും അതിൻ്റെ സകല ചോരത്തിളപ്പിലും തങ്ങൾക്ക് കന്യകാത്വം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ കൃപയാലെന്ന് പൂർണ്ണ ബോധ്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വിശ്വാസമായി സ്വീകരിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ കന്യകാത്വം കാത്തു സൂക്ഷിച്ചവരാണ് യൗസേപ്പിതാവും മാതാവും. അതിനെ നമ്മൾ ഒരു വൃദ്ധന്റെ പടം വെച്ച് അപമാനിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. ഇനി 1-2 എക്സാമ്പിളൂടെ ഞാൻ പെട്ടെന്ന് പറയാം വിശ്രന്തത്തിൽ നിന്ന്. യൗസേപ്പിതാവും മാതാവും നസ്രത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോയതിനെ കുറിച്ച് നമുക്കറിയാലോ. ഏറ്റവും ആദ്യത്തെ വിശദീകരണം അതാണ്, വിവരണം അങ്ങനെയാണല്ലോ. ഈ ബേത്ലഹേമിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം. സീസറിന്റെ കൽപ്പന വന്നു, സകല മനുഷ്യരും അവരവരുടെ സ്വന്തം ജനന സ്ഥലത്ത്, അവരവരുടെ പിതൃഭവനം നിലനിൽക്കുന്ന സ്ഥലത്ത്, കേന്ദ്രം, അവിടെ പോയിട്ട് സെൻസസ് എടുക്കണം. ലോകത്തിൽ എവിടെയാണ് അവർ താമസിക്കുന്നതെങ്കിലും അവരോട് എത്തണം. അങ്ങനെ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിൽ എല്ലാവരും കൂടി എത്തണം. അങ്ങനെ കല്ലേ പിളർക്കുന്ന കൽപ്പനയാണ് സീസറിന്റെ. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇസ്രയേലിന്റെ രൂപഘടന നമ്മളന്ന് ടോപ്പോഗ്രഫി പഠിച്ച് ഓർക്കുന്നില്ലേ? അതിൽ വടക്ക് ഗലീലയിൽ നിന്നും യൂദയായിലുള്ള ബേത്ലഹേമിലേക്ക് നടന്നു പോവുകയാണ് യൗസേപ്പിതാവും മാതാവും. ഈ ഗർഭിണിയായ മാതാവിനെയും കൊണ്ട് യൗസേപ്പിതാവ് പോവുകയാണ്. ദാവീദിന്റെ നഗരമാണ് ബേത്ലഹേം, അതുകൊണ്ടാണ് പോകുന്നത്. 1 സാമുവേൽ 16:1, ലൂക്ക 2:4 പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുന്നത് നിങ്ങൾ സൗകര്യം പോലെ വായിച്ചു പോയാൽ മതി. ഏതായാലും ലൂക്ക ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്ക 2:4, ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ, ഇത് പ്രധാനപ്പെട്ടതാ, പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. ഈ യാത്ര വിശുദ്ധഗ്രന്ഥത്തിൽ ഒരു വാചകത്തിൽ പറഞ്ഞു പോയ യാത്ര 145 കിലോമീറ്റർ ഉണ്ട്. 145 കിലോമീറ്റർ ദൂരം ഈ പെങ്കൊച്ചിനെ, ഗർഭിണിയായ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഈ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ഒരു വൃദ്ധൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി അത് മാത്രമല്ല, അത് ഈശോ ഉണ്ടാകാൻ പോകുന്ന സമയത്ത് പോയത്. ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയതിനെ കുറിച്ച് വിശ്രന്തം പറയുന്നുണ്ടല്ലോ. അന്ന് ഈശോയ്ക്ക് എത്ര വയസ്സാ? 12 വയസ്സ്. 12 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് വിശ്രന്തം പറയുന്നുണ്ട്. അവന്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും തിരുനാളുകൾക്ക് ജെറൂസലേമിൽ പോവുക പതിവായിരുന്നു. മാതാവിനെ പ്രസവിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ തന്നെ പടുവൃദ്ധനായിരുന്നു യൗസേപ്പിതാവെങ്കിൽ 12 വർഷം കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കണക്ക് തമ്മിൽ കൂടിച്ചേരുന്നുണ്ടോ? ഇതാ പ്രശ്നം. ഇനി ബേത്ലഹേമിലെത്തി. അവിടെ
മാതാവ് ഉണ്ണിമിശിഹായെ പ്രസവിച്ചു. പിന്നെ നമുക്കറിയാം ഈശോയെ കൊല്ലാൻ വേണ്ടി ഹെറോദേസ് അന്വേഷിക്കുന്നു. ജ്ഞാനികൾ പറഞ്ഞു ഉണ്ണിമിശിഹ പിറന്നിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മറ്റ് നിയമജ്ഞരിൽ നിന്ന് അറിവ് കിട്ടി എവിടെ ആയിരിക്കുവാൻ ഉള്ളത് എന്ന്. അപ്പോൾ ഹെറോദേസിന്റെ പട്ടാളക്കാരങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യൗസേപ്പ് പിതാവിന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ബെത്ലഹേമിൽ നിന്നാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയതെങ്കിൽ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, ബെത്ലഹേമിൽ നിന്ന് നേരിട്ട് ഈജിപ്തിലെ സെയ്ത്തൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം പോയി താമസിച്ചത്, സെയ്ത്തൂണിലേക്കാണ് പോയത് എങ്കിൽ ഒന്ന്. മറ്റൊന്ന്, ബെത്ലഹേമിൽ നിന്ന് നസ്രസിൽ വന്നതിന് ശേഷം നസ്രസിൽ നിന്ന് സെയ്ത്തൂണിലേക്ക് പോയി. അതിൽ ബെത്ലഹേമിൽ നിന്ന് സെയ്ത്തൂണിലേക്ക് പോകണമെങ്കിൽ 500 കിലോമീറ്റർ എങ്കിലും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് മാതാവിനെയും കൊണ്ട്. 500 കിലോമീറ്റർ. ഫ്ലൈറ്റ് എടുത്തൊന്നും അല്ലല്ലോ പോയത്, നടന്നു പോയത് 500 കിലോമീറ്റർ. ഇനി ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിൽ വന്നതിന് ശേഷമാണ് സെയ്ത്തൂണിലേക്ക് പോയതെങ്കിൽ അത് 800 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഇതിലേതാണ് യാത്ര എന്ന് നമുക്കറിയത്തില്ല. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട്. യൗസേപ്പ് പിതാവിന് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടായി വളരെ പെട്ടെന്നാണ് പ്രതികരണം. ആലോചിച്ചിരിക്കുന്നില്ല, വളരെ ചടുലമായ പ്രതികരണമാണ്. അതിപ്പോൾ ബെത്ലഹേമിലേക്കുള്ള യാത്ര, ഈജിപ്തിലേക്കുള്ള പലായനം, നസ്രത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഇവിടെ ഒന്നും തളർച്ചയുടെ, പ്രായത്തിൻ്റെ ആധിക്യത്തിൻ്റെ യാതൊരു സൂചനയും വിശ്രന്തം തരുന്നില്ല. ഇതൊന്നും ഇല്ലാത്തിടത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. നമ്മളല്ല, ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതാണ് ഈ വാർദ്ധക്യം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, എല്ലാ വർഷവും ജെറൂസലേമിലേക്ക് യാത്ര പോകുമായിരുന്നു. മാതാപിതാക്കൾ പോകുമായിരുന്നു എന്നാ പറഞ്ഞേ. യൗസേപ്പ് പിതാവ് ഏതായാലും എനിക്ക് വയസ്സായല്ലോ, ഞാനിവിടെ ഇരിക്കാം, അമ്മയും മോനോട് പോയിട്ട് വരിക എന്ന് പറഞ്ഞതായിട്ട് വിശുദ്ധത്തിലുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് എല്ലാ വർഷവും പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ അവസാനത്തെ ന്യായശാസ്ത്രപരമായ കാരണങ്ങൾ പറയാം. യൗസേപ്പ് പിതാവിനെ വിളിക്കുന്നത് എന്താ? തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ. ഈ തിരുക്കുടുംബം എങ്ങനെയാണ് ഉണ്ടായത്? അഥവാ ഒരു കുടുംബം എങ്ങനെയാണ് തിരുക്കുടുംബമായത്? അവിടെ ഉണ്ണിമിശിഹ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അത് തിരുക്കുടുംബമായത്. ഉണ്ണിമിശിഹ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നിധിയാണ് ഉണ്ണീശോ എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ നിധിയാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ പിതാവായ ദൈവത്തോടെ ഏറ്റവും വലിയ നിധി ഏതാ പിതാവേ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, അത് പുത്രനായ തമ്പുരാൻ തന്നെയാണ് എന്ന് പറയുന്നു. ഈ അമൂല്യമായ സ്വർഗത്തിൻ്റെ നിധി ഒരു വൃദ്ധൻ്റെ, വളരെ വിളറിയ ഒരു വൃദ്ധൻ്റെ ജീവനില്ലാത്ത കരങ്ങളിലേക്ക് കൊടുക്കും എന്ന് കരുതാൻ പറ്റുമോ നമുക്ക്? ദൈവത്തിൻ്റെ നിധി ദൈവം കൊടുക്കുന്നത് ശക്തമായ കരങ്ങളിൽ തന്നെയായിരിക്കും. ആ കരങ്ങൾക്ക് വാർദ്ധക്യത്തിൻ്റെ ഒഴിവുകഴിവ് ആവശ്യമില്ല മാതാവിൻ്റെ കന്യകാത്വം കാത്തു സൂക്ഷിക്കാൻ. കാരണം മാലാഖമാർക്ക് തുല്യം വിശുദ്ധിയുള്ള പിതാവായിരുന്നു യൗസേപ്പ് പിതാവ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉണ്ണിമിശിഹ ജനിച്ചു വളർന്ന ആ കാലഘട്ടം നമ്മൾ കരുതുന്ന പോലെ ശാന്തമായൊരു കാലഘട്ടമല്ല. ഹെറോദേസ് എന്ന് പറയുന്ന ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് ഭരിക്കുന്നത്. ഹെറോദേസിനെ കുറിച്ച് ഇസ്രയേൽ ചരിത്രത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവൂ ഹെറോദേസ് എന്ന് പറയുന്നത് എത്ര ക്രൂരനായ മനുഷ്യനായിരുന്നു എന്ന്. സ്വന്തം ഭാര്യമാരെയും മക്കളെയും കൊന്നയാളാണ് ഹെറോദേസ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട്. ഹഷ്മോണിയൻ മറിയാം എന്ന് പറയുന്ന അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടായിരുന്നു. ഹഷ്മോണിയൻ മറിയാമിനെ അയാൾ കൊന്നു, അവളുടെ മക്കളെ കൊന്നു. സമറിയാക്കാരി മറിയാം എന്ന് പറയുന്ന മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. 10-12 ഭാര്യമാരുണ്ടായിരുന്നു അയാൾക്ക്. സമറിയാക്കാരി മറിയാമിനെ കൊന്നു. എന്തിന്? ഹെറോദേസ് മരിക്കുന്നതിന് വെറും 5 ദിവസം മുമ്പ് സ്വന്തം മകനെ കൊന്നു. 5 ദിവസം മുമ്പ്. എന്താ? അവൻ അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയന്ന്. മരിക്കാൻ കിടക്കുക എന്ന് മാത്രമല്ല, ശരീരമാസകലം പുഴുത്ത് അയാളുടെ അടുത്തേക്ക് പോലും വരാനാകാത്ത വിധത്തിൽ ദുർഗന്ധം വമിച്ചുകൊണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് അയാൾക്കും മറ്റുള്ളവർക്കും ബോധ്യമായ സമയത്ത് അയാളുടെ സ്വന്തം മകനെ കൊന്നു. ഇയാളെ കൊന്ന് അധികാരം അവൻ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി. അത്രയ്ക്ക് ക്രൂരനായ മനുഷ്യനാണ് ഹെറോദേസ്. അത് പോട്ടെ, ഹെറോദേസിനെ പോലെ ഒരു ക്രൂരൻ, അയാളൊരു യഹൂദനായിരുന്നില്ല കേട്ടോ, ഇതുമിയക്കാരനായിരുന്നു. അതുകൊണ്ട് യഹൂദർക്ക് അയാളോട് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഹെറോദേസ് മരിക്കുന്ന സമയത്ത് ഇസ്രായേൽക്കാരെല്ലാം സന്തോഷിക്കുമെന്ന് ഹെറോദേസിന് അറിയാമായിരുന്നു. അപ്പോൾ അയാളൊരു തന്ത്രം എടുത്തു. അതായത്, ഞാൻ മരിക്കുമ്പം ഇസ്രയേലിൽ മുഴുവൻ കണ്ണുനീരൊഴുകണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? അയാൾ ഇസ്രയേലിലെ എല്ലാ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാം
ഗ്രഹനാഥന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്ന് ജയിലിൽ താമസിപ്പിച്ചു. എന്നിട്ട് തൻ്റെ ഭാര്യമാരെ കൊല്ലാനൊക്കെ കൂടെ നിന്നിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, സലോമി എന്ന് പറയുന്ന ഒരു സഹോദരി. ഈ സഹോദരിയെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഞാൻ മരിക്കുന്ന ആ നിമിഷം ഈ ആൾക്കാരെ മുഴുവൻ കൊന്നുകളയണം. അപ്പൊ എന്താ സംഭവിക്കുക? ഇസ്രയേലിൽ മുഴുവൻ കണ്ണുനീരും വിലാപവും ഉണ്ടാകും. അത്രയ്ക്ക് ക്രൂരനായ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഉണ്ണിമിശിഹായെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഹെറോദേസിന്റെ കാലഘട്ടം പോലെ അപകടകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അറിയാവുന്ന ദൈവം ഒരു വൃദ്ധന്റെ കയ്യിലേക്ക് ഉണ്ണിമിശിഹായെ കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. യോസേപ്പ് പിതാവ് യഥാർത്ഥത്തിൽ ഉണ്ണിമിശിഹായെ രക്ഷിക്കാൻ കഴിവും ആരോഗ്യവും ബുദ്ധിയും വിവേകവും വിവേചനവും ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. നല്ല ആരോഗ്യമുള്ള, നല്ല ബൗദ്ധിക നിലവാരമുള്ളയാൾ. ഇത് മാത്രമല്ല, യഹൂദ പിതൃത്വത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കടമയാണ് പിതാക്കന്മാരുടെ മക്കളെ സംബന്ധിച്ച്. ഒന്ന്, ഒരു തൊഴിൽ പഠിപ്പിച്ചിരിക്കണം. എല്ലാ ആൺമക്കളെയും ഒരു തൊഴിൽ പഠിപ്പിച്ചിരിക്കണം. അവൻ സ്വയം പര്യാപ്തതയുള്ളവനായിരിക്കണം. ബാല്യം കഴിയുന്നതോടെ അവൻ സ്വയം പര്യാപ്തതയുള്ളവനായിരിക്കണം. ഒരു തൊഴിൽ പഠിപ്പിച്ചിരിക്കണം. അതുകൂടാതെ വേദപഠനം നടത്തണം. നമുക്കറിയാമല്ലോ, ഇന്നത്തെ പോലെ സിസ്റ്റമാറ്റിക് ഒന്നുമല്ല വേദപഠനം. വേദ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാകണം. സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള വളരെ കൃത്യമായ ചിട്ടകളുണ്ട് കേട്ടോ. ഈ മധ്യപൗരസ്ത്യ ദേശത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതെല്ലാം പഠിപ്പിക്കണം. ഇതിനൊക്കെ കഴിവുള്ള, ആരോഗ്യമുള്ള, ഒരു യൗവനത്തിലുള്ള തന്നെ ഒരു പിതാവ് ഉണ്ടായിരിക്കണം. എങ്കിലേ ഇതെല്ലാം, ഒരു ശിശു വളർന്ന് യുവാവാകുമ്പോഴേക്കും ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതൊരു വളരെ രസകരമായ സംഗതിയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14:36 ഈശോ വിളിക്കുന്നുണ്ട്, അബ്ബാ എന്ന് വിളിക്കുന്നൊരു വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം അത് വിശദീകരിച്ചാൽ തീരുകയില്ല. അബ്ബാ എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പിതാവേ എന്ന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പറയുന്നു. സത്യത്തിൽ ഈ വാക്ക്, ഈശോ ഉപയോഗിച്ച വാക്ക് അബ്ബ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അബ്ബ എന്നാണ്. ഇത് ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിക്കാം. സത്യത്തിൽ ഈ അബ്ബ എന്ന വാക്കിന് പിതാവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയല്ല. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിളിക്കുന്ന പേര് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ആ പേരാണ് അബ്ബ എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ ഡാഡി എന്നാണ് വിളിക്കുന്നതെങ്കിൽ അബ്ബ എന്നതിന് പകരം നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഡാഡി എന്നാണ് എഴുതുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ പിതാവിനെ ഞാൻ വിളിച്ചിരുന്നത് ചാച്ച എന്നാണ്. എന്നെ സംബന്ധിച്ച് അബ്ബ എന്ന വാക്കിന്റെ അർത്ഥം ചാച്ച എന്നാണ്. സ്വർഗസ്ഥനായ എൻ്റെ ചാച്ച എന്ന് വിളിക്കുന്നതും സ്വർഗസ്ഥനായ എൻ്റെ പപ്പ എന്ന് വിളിക്കുന്നതും സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്നതും തമ്മിലുള്ള ആ ഫോർമാലിറ്റിയും ഇൻഫോർമാലിറ്റിയും തമ്മിലുള്ള മാറ്റം നിങ്ങൾ ആലോചിച്ച്. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിനെ ഈശോ അബ്ബ എന്ന് വിളിച്ചതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഈശോ യോസേപ്പ് പിതാവിനെ വിളിച്ച പേര് അബ്ബ എന്നാണ്. ഇസ്രയേൽ കുടുംബങ്ങളിലെ മക്കള് പിതാക്കന്മാരെ വിളിക്കുന്ന പേരാണ് അബ്ബ എന്ന്. ഞാനത് വിശദീകരിക്കാൻ ഒത്തിരി സമയം വേണം, അതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. യഥാർത്ഥത്തിൽ പിതാവ് എന്നതിന് വേറൊരു വാക്കുണ്ട്, അവ്വ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവ്വ്. വിശ്വാസികളുടെ പിതാവിന്റെ പേരെന്താ? അബ്രാഹം. അവ്വ് എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ്. അത് അപ്പ എന്നല്ല. അബ്രാഹത്തിനെ നമ്മൾ അപ്പ എന്നല്ല വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? വിശ്വാസികളുടെ പിതാവ്. അത് ഫോർമൽ ടൈറ്റിലാണ്, വിശ്വാസികളുടെ പിതാവ്. പക്ഷെ സ്വർഗസ്ഥനായ പിതാവിനെ നമ്മൾ എന്താ വിളിക്കേണ്ടതെന്ന് അറിയാമോ? അബ്ബ എന്നാ വിളിക്കേണ്ടത്. കാരണം അത് പിതൃത്വം പിതാവായ ദൈവത്തിൽ നിന്നാ. ഈ ഭൂമിയിലുള്ള സകല പിതൃത്വങ്ങളും ഉണ്ടല്ലോ, അത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അത് കേട്ടോ. ഈശോ സ്വർഗസ്ഥനായ പിതാവിനെ അബ്ബ എന്ന് വിളിച്ചപ്പോൾ യഥാർത്ഥത്തില് ഈശോയുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചിത്രം എന്താണെന്നറിയാമോ? അത് യോസേപ്പ് പിതാവിൻ്റെ ചിത്രമായിരുന്നു. അതുകൊണ്ടാണ് അത്ര സ്നേഹത്തോടെ ഈശോ സ്വർഗസ്ഥനായ പിതാവിനെ അബ്ബ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ കടത്തി ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്, സ്വപ്നങ്ങൾ കാണുന്ന പിതാവാണ് യോസേപ്പ് പിതാവ് എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തില് യോസേപ്പ് പിതാവ് കുറേ സ്വപ്നങ്ങൾ കാണുന്ന പറയുന്നുണ്ട്. എത്ര സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നറിയാമോ? പിതാവ് 4 സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അതിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോകാം. ഞാൻ വിശദീകരിക്കാതെ തന്നെയാണ് കടന്നു പോകുന്നത് കേട്ടോ, സമയമില്ലാത്തത് കൊണ്ട്. അതിൽ ഒന്നാമത്തെ സ്വപ്നം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാകരമായ
ഏറ്റവും ഒരുപക്ഷെ ലജ്ജാകരവുമായ രംഗത്ത് നിൽക്കുകയാണ് യൗസേപ്പ് പിതാവ്. ആ സമയത്ത് മാലാഖ വന്ന് ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നൊരു സ്വപ്നത്തിൽ പറഞ്ഞതിൻ്റെ ബലത്തില്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണ് ഗർഭിണിയാണ് എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നവനോട് ഒരു സ്വപ്നം വന്ന് പറയുകയാണ്, അവൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് നീ അവളെ ഭാര്യയായി സ്വീകരിക്കണം. തൊട്ടടുത്ത വാക്യം എന്താ പറയുന്നത് അറിയാമോ? ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വാക്കിതാണ്, അവൻ നിദ്രയിൽ നിന്നുണർന്ന്. പിന്നെ 2 മാസങ്ങൾക്ക് ശേഷമെന്നല്ല പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം കിട്ടിയാൽ ആ നിർദ്ദേശം തീരുമാനമാണ്, ഒരു തീരുമാനമുണ്ടായാൽ അത് പ്രവൃത്തിയാണ്. ഇതിനിടയ്ക്ക് സമയമില്ല. വളരെ ചടുലമായ പ്രതികരണമാണ്. ഒരൊറ്റ സ്വപ്നത്തോടെ കുറ്റപ്പെടുത്തേണ്ടവൻ സംരക്ഷകനായി മാറി. ഒരൊറ്റ സ്വപ്നത്തോടെ ഭാര്യാഭർത്തൃ ബന്ധം വിച്ഛേദിക്കപ്പെടേണ്ടിടത്ത് അത് രൂഢമൂലമായി ഉരുക്കിട്ടുറപ്പിച്ചതുപോലെ ഒന്നായി തീർന്നു. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണമുണ്ട്. ഈ സമയത്ത് ഒരു സന്ദേശം കിട്ടി എന്നുള്ളത് കൊണ്ട് അതനുസരിക്കാനൊന്നും നമുക്ക് എളുപ്പമല്ല, സാധ്യവുമല്ല. ഡിസേൺമെന്റ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, വിവേചന ബുദ്ധി. സത്യത്തിൽ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടതുണ്ടല്ലോ രോഗശാന്തി വരത്തിനും മറ്റെന്തെങ്കിലും വരത്തിനും വേണ്ടിയല്ല, വിവേചനം എന്ന് പറയുന്ന ബുദ്ധിക്ക് വേണ്ടിയാണ്. സത്യത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ അല്പം പോലും കാണാനില്ലാത്തതുമായ ഒരു സംഗതിയാണ് ഈ വിവേചന ബുദ്ധി. നിങ്ങൾക്കറിയാമല്ലോ വിവേചന ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഡിസേൺമെന്റ്. ഈ ഡിസേൺമെന്റിന്റെ പിതാവെന്നാണ് യൗസേപ്പ് പിതാവിനെ വിളിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ ഒരു സംഗതിയുണ്ട്. മാലാഖ യൗസേപ്പ് പിതാവിനെ വിളിച്ച ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ വിളിച്ചത്? ദാവീദിന്റെ പുത്രനായ ജോസഫ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാവീദിന്റെ പുത്രൻ എന്നതിനെ കുറിച്ച് നമ്മൾ ഇവനെ പഠിക്കുമെന്ന് പറയുന്നത്. ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്വർഗം യൗസേപ്പ് പിതാവിനെ കണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. നമ്മൾ യൗസേപ്പ് പിതാവിനെ ഈശോയുടെ വളർത്തച്ഛൻ എന്നാണ് പറയുന്നത് എങ്കിലും സ്വർഗം അങ്ങനെയല്ല കാണുന്നത്. സ്വർഗം യൗസേപ്പ് പിതാവിനെ ഈശോയുടെ പിതാവെന്നാണ് കാണുന്നത്. കാരണം എന്താ? ഈശോ ജനിക്കേണ്ടത് ദാവീദിന്റെ വംശത്തിലും കുടുംബത്തിലുമാണ്. ദാവീദിന്റെ വംശത്തിലും കുടുംബത്തിലും യൗസേപ്പ് പിതാവിന് വളരെ സ്ഥാനമുണ്ടായിരുന്നു എന്നതിൻ്റെ മറ്റു കുറേ തെളിവുകളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്, അതിലേക്ക് ഇന്നിപ്പോൾ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ സ്വപ്നം, മത്തായിയുടെ സുവിശേഷം 2:13. ജ്ഞാനികളുടെ സന്ദർശനം കഴിഞ്ഞു, ഈശോയെ കൊല്ലാൻ നടക്കുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്കറിയാം. 13-ാം വാക്യം, അവർ പോയി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികള് മജൈ കുജരാജാക്കന്മാർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. 14, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. കുറച്ച് ധന്യന്തരം കുഴമ്പ് മേടിച്ച് തിരുമിയിട്ട് പോകാം എന്നൊന്നും കരുതിയില്ല എന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. വളരെ യുവാവായിരുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് കൊച്ചിനെ എടുത്ത് തോളെ വെച്ച് അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. നമ്മൾ കണ്ടു എത്ര കിലോമീറ്ററാ? 500 കിലോമീറ്റർ ഈജിപ്തിലേക്ക് പോയി. സൈത്തൂണില് രക്ഷകന്റെ സംരക്ഷകൻ, ആ സംജ്ഞയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ലോകത്തെ രക്ഷിക്കാൻ വന്ന യേശുക്രിസ്തുവിന്റെ സംരക്ഷകൻ. ഇത് വെറുതെ പറയുന്നതല്ല. റിദംതോറിസ് കസ്തോസ് വളരെ പ്രസിദ്ധമായ ജോൺ പോൾ II മാർപ്പാപ്പായുടെ ഒരു അപ്പസ്റ്റോലിക് എക്സർട്ടേഷനാണ്. 1989 ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15ന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഓഗസ്റ്റ് 15 സ്വർഗാരോപണ തിരുനാളിന്റെ അന്ന് പരിശുദ്ധ പിതാവ് എഴുതിയ എക്സർട്ടേഷൻ റിദംതോറിസ് കസ്തോസ്, രക്ഷകന്റെ സംരക്ഷകൻ. ആ വാക്കുകളുടെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രക്ഷകന്റെ സംരക്ഷകൻ, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്ന യേശു ക്രിസ്തുവിന്റെ സംരക്ഷകനായിട്ട് ദൈവം സ്വർഗം തിരഞ്ഞെടുത്ത മനുഷ്യൻ. ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ട്. റിദംതോറിസ് കസ്തോസ്, രക്ഷകന്റെ സംരക്ഷകൻ. റിദംതോറിസ് കസ്തോസിലെ ഒരു വാചകം ഞാനിന്ന് വായിക്കാം. അത് വായിക്കാതിരുന്നാൽ ശരിയല്ല. Just as he took loving care of Mary and gladly dedicated himself to Jesus Christ's upbringing, he likewise watches over and protects Christ's mystical body, the church.
ഉണ്ണിമിശിഹായെയും പരിശുദ്ധ കന്യകയെയും അവൻ സംരക്ഷിച്ചതുപോലെ, ഈശോയെ അവൻ സ്നേഹപൂർവ്വം വളർത്തിക്കൊണ്ട് പരിപാലിച്ചു കൊണ്ടുവന്നതുപോലെ, അവൻ കർത്താവിൻ്റെ മൗലിക ശരീരമായ സഭയെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭ എന്താ യോസേപ്പിതാവിനെ വിളിക്കുന്നത്? സഭയുടെ സംരക്ഷകൻ. സഭയുടെ സംരക്ഷകൻ എന്നാണ് വിളിക്കുന്നത്. കർത്താവിൻ്റെ സഭയുടെ സംരക്ഷകൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിന് സംരക്ഷണം ആവശ്യമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ദൈവത്തിന് സംരക്ഷണം ആവശ്യമുണ്ടായിരുന്ന സമയത്ത് സംരക്ഷണം കൊടുത്തവൻ സഭയുടെ സംരക്ഷകൻ എന്ന് സഭയ്ക്ക് വിളിക്കാൻ ഒരു മടിയുണ്ടായില്ല. റിദംതോറിസ് കസ്തോസ്, രക്ഷകന്റെ സംരക്ഷകൻ. ഇനി മൂന്നാമത്തെ സ്വപ്നം, മത്തായിയുടെ സുവിശേഷം 2:19-21. ഹെറോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. സ്വപ്നം കണ്ടു, പറഞ്ഞു, താമസമില്ല, നടക്കുകയാണ് തിരിച്ച്. ഇനി തിരിച്ചു വരുന്നതിനെക്കുറിച്ച് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിശദീകരിച്ചോളാം. ഏതായാലും ചുരുങ്ങിയത് 500 കിലോമീറ്റർ അല്ലെങ്കിൽ 800 കിലോമീറ്റർ, അല്ലെങ്കിൽ എന്നല്ല, അത് 800 കിലോമീറ്റർ ആണ് എന്ന് പിന്നീട് നമ്മൾ കാണാൻ പോവുക. 800 കിലോമീറ്റർ ഈ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു നടക്കുക വൃദ്ധൻ. ഇനി നാലാമത്തെ സ്വപ്നം, മത്തായി 2:22. മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ യോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. ഇപ്പൊ എത്ര സ്വപ്നങ്ങളായി? 4 സ്വപ്നങ്ങളായി. നമുക്ക് ഒരുപക്ഷെ ഇത്രയും സ്വപ്നങ്ങൾ യോസേപ്പ് പിതാവ് കണ്ടോ എന്ന് നമുക്കൊരു തോന്നൽ വന്നിട്ടുണ്ടാവുകയല്ല, അല്ലെ, വിസ്തൃതം വായിച്ചോ. പക്ഷെ യഥാർത്ഥത്തിൽ 4 സ്വപ്നങ്ങൾ എന്ന് നമ്മൾ അത്ഭുതത്തോടെ പറയുമല്ലോ. ഈ 4 സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം, സ്വപ്നത്തിൻ്റെ ബലത്തിൽ മാത്രം ഭാര്യയുടെ ചാരിത്രം സംശയിക്കാതിരുന്നവൻ, അവളെ ഭാര്യയായി സ്വീകരിച്ചവൻ, അവൾക്കുണ്ടായ കുഞ്ഞിനെ ഹെറോദേസിൻ്റെ വാളിൽ നിന്നും ശത്രുക്കളിൽ എല്ലാവരിൽ നിന്നും സംരക്ഷിച്ചവൻ, അവനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. മാതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ബലമെന്താ? മാതാവ് ഒരു സ്വപ്നവും കണ്ടിട്ടില്ല. മാതാവിനെ കാണാൻ വേണ്ടി മാലാഖ വന്ന രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് ഈ മാലാഖ വേറൊരു സന്ദർശനം നടത്തിയിരുന്നു. ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? സഖറിയായെ കാണാമെന്ന്. ദുർവാസാവിനെ പോലൊരു മാലാഖയോട് സഖറിയ ഒരു കാര്യം ചോദിച്ചു, നിന്റെ ഭാര്യ പ്രസവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സഖറിയായ്ക്ക് അറിയാവുന്ന ഒരൊറ്റ ഭാര്യയുള്ളൂ. ആ ഭാര്യ ഈ യോസേപ്പ് പിതാവിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് പോലെ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഭാര്യ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോ ആരെങ്കിലും പറഞ്ഞോ കേട്ടിട്ടില്ല ഇത്രയും പ്രായമായിട്ട് ഒരു സ്ത്രീ പ്രസവിക്കുമെന്ന്. അപ്പം ന്യായമായ ഒരു സംശയം ചോദിച്ചു, അല്ല, ഈ എന്നെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഭാര്യ ഇത്രയും വയസ്സായിട്ടിരിക്കുക, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു. നീ ഇനി കുഞ്ഞുണ്ടാകുന്നത് വരെ മിണ്ടാൻ മേലാതാകട്ടെ എന്ന് പറഞ്ഞ മാലാഖ, ഇതേ മാലാഖ മാതാവിൻ്റെ മുന്നിൽ വന്നു. ഇതേ ചോദ്യം മാതാവും ചോദിച്ചേ, ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു. മാലാഖയുടെ പ്രതികരണം എന്തായിരുന്നു? മാലാഖ വളരെ ശാന്തമായി, മൃദുലമായി, ന്യായാന്യായങ്ങൾ വിവരിച്ച് മാതാവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്താ ഇതിൻ്റെ കാരണമെന്നറിയാമോ? സ്വർഗം എങ്ങനെയാണ് മാതാവിനെ കാണുന്നതെന്ന് മാലാഖയ്ക്കറിയാം. മാലാഖമാരുടെ രാജ്ഞിയാണ് അവളെന്ന് മാലാഖയ്ക്കറിയാം. ചക്രവർത്തിയുടെ സന്ദേശവുമായിട്ട് പോകുന്ന ഒരു ദൂതൻ രാജകുമാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവളുടെ എല്ലാ സംശയങ്ങൾക്കും എങ്ങനെ മറുപടി പറയും, അതുപോലെ പ്രധാന മാലാഖ മാതാവിൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ മാലാഖമാർ അവളുടെ ചൊൽപ്പടിയിൽ നിൽക്കുകയാണ്. പരിശുദ്ധ ത്രിത്വം അവളുടെ വാക്കിന് കാതോർത്തിരുന്നു. അവൾ ഫിയാത്ത്, ഞാൻ സന്നദ്ധയാണ് എന്ന് പറയാൻ വേണ്ടി, പറയുന്നത് കേൾക്കാൻ വേണ്ടി പരിശുദ്ധ ത്രിത്വം കാതോർത്തിരുന്നവൾ മാതാവ്. ഈ മാതാവിൻ്റെ സംരക്ഷകനായിട്ട് നിൽക്കുന്ന, അഥവാ അവൾ ഭർത്താവായി സ്വീകരിച്ചവൻ വെറുമൊരു സ്വപ്നത്തിൻ്റെ ബലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഇവരെ തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. പരിശുദ്ധ പിതാവിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആഴവും ബലവും നിങ്ങളൊന്ന് നോക്കി. മാതാവിന് ആ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് ന്യായമാണെന്നേ. മാതാവിനൊരു സംശയം ഉണ്ടായാൽ മാലാഖമാരെങ്ങനെ ഇടിച്ചു കെട്ടി നിൽക്കുകയാണ് മാതാവിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി. യോസേപ്പ് പിതാവ് ഒരു സ്വപ്നത്തിൻ്റെ ബലത്തിലാണ്
ഈ വിശ്വാസം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് യോസേപ്പ് പിതാവിൻ്റെ വിശുദ്ധിയുടെ ആഴവും നമ്മൾ പിതാവിനോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ കാരണവും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. സെയ്ത്തൂണിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബേത്ലഹേമിലേക്ക് പോകാനാണല്ലോ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് ബേത്ലഹേമിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്? യഥാർത്ഥത്തിൽ അവരുടെ വീട് എവിടെയാ? നസ്രത്തിലാണ്. നസ്രത്തിലേക്കാണല്ലോ പോകേണ്ടത്. പക്ഷെ നസ്രത്തിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് ബേത്ലഹേമിലേക്ക്, യൂദയായിലേക്ക് പോകാൻ കാരണമായത്? അതിന് 2 കാരണമുണ്ട്. ഒന്ന്, യോസേപ്പ് പിതാവിൻ്റെ തൊഴിൽ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക ശേഷിയും. യോസേപ്പ് പിതാവ് ബേത്ലഹേമിൽ താമസിക്കാൻ വേണ്ടിയാണോ ആദ്യം പോയത്? അല്ല. അവിടെ പോയത് വെറുതെ ഒരു സെൻസസിൽ ഒന്ന് ഒപ്പിട്ടയച്ചിട്ട് തിരിച്ചു പോരാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിയുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും മാലാഖമാരുടെ സന്ദർശനം ഉണ്ടാകുന്നു, ആട്ടിടയന്മാർ വരുന്നു, വലിയ പുകില്, പല ആൾക്കാർ വരിക. ഈ സന്ദർശനം ഒന്ന് തീർന്നിട്ട് വേണമല്ലോ വീട്ടിൽ പോകാൻ. പണ്ടാരോ പറഞ്ഞ അലക്ക് കഴിഞ്ഞിട്ട് വേണമല്ലോ കുളിക്കാൻ എന്ന് പറഞ്ഞതുപോലെ സന്ദർശകരുടെ തിരക്ക് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ യോസേപ്പ് പിതാവ് എന്താ ചെയ്തതെന്ന് അറിയാമോ? യോസേപ്പ് പിതാവോടെ തനിക്കറിയാവുന്നൊരു പണിയുണ്ട്, അത് ചെയ്തു. ഒരു വീട് പണിതു. അതിന് തെളിവല്ലോ ഉണ്ടോ? ഈശോ ഉണ്ടായത് എവിടെയാ? പുൽത്തൊഴുത്തില്, കാലിത്തൊഴുത്തില്. ഈശോ ഉണ്ടായത് കാലിത്തൊഴുത്തിലാണേ. അതിനർത്ഥം എന്താ? യോസേപ്പ് പിതാവിനോട് വീടില്ല അല്ലേ? ഒരു കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്തിൽ വരാൻ കാരണമുണ്ട്. ഹോട്ടലുകളിലും സത്രങ്ങളിലും ഒക്കെ ചെന്നു, സ്ഥലം കിട്ടിയില്ല. ഹോട്ടലും സത്രത്തിലും പോയി എന്ന് പറഞ്ഞാൽ സ്വന്തം വീടില്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ഈ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു. പിന്നെ സംഭവിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2:11, ജ്ഞാനികൾ വരികയാണ്, മജായി, പൂജരാജാക്കന്മാര് ഈശോയെ കണ്ടത് എവിടെ വെച്ചാ? അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. ഇവിടെ ഈ ഭവനത്തിൽ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് വേർഡ് ഒയ്യിക്കിയ എന്നാണ്. ഒയ്യിക്കിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്, ഭവനം എന്നാണ്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുൽക്കൂടിലായിരുന്നു ഈശോ അപ്പോഴുമെങ്കിൽ ഫാത്നെ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഫാത്നെ, ആ വാക്കാണ് നേരത്തെ ഉപയോഗിച്ചത്. അവൻ എവിടെയാ ഉണ്ടായത് എന്ന്. അവനെ ഒരു പുൽക്കൂടിൽ, ഫാത്നെ, ഒരു പുൽക്കൂട്ടിൽ പ്രസവിച്ച് പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു കിടത്തി എന്ന് പറയുന്നുണ്ട്. അത് ഫാത്നെ. പക്ഷേ ഉണ്ണിമിശിഹായെ മജായി, പൂജരാജാക്കന്മാർ കണ്ടത് എവിടെ വെച്ചാ? ഒയ്യിക്കിയ, ഭവനത്തിൽ വെച്ച്. എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഒരു ഭവനം ഉണ്ടാക്കിയിരുന്നു യോസേപ്പ് പിതാവോടെ. ആ സമയം കൊണ്ട് വീടുണ്ടാക്കിയിരുന്നു. അതിന് കാരണവുമുണ്ട്. കാരണം മാലാഖമാരുടെ സന്ദർശനത്തിൽ യോസേപ്പ് പിതാവിന് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. ഇവനാണ് ദാവീദിന്റെ വംശത്തിൽ, ദാവീദിന്റെ കുടുംബത്തിൽ പിറക്കേണ്ട മിശിഹ പിറക്കേണ്ടത് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലുമാണ്. ഈ പ്രവചനം പൂർത്തിയാക്കണമല്ലോ. ദാവീദിന്റെ വംശത്തിലും ഭവനത്തിലുമാണല്ലോ പിറക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാന്ന് വെച്ചതാണ് യോസേപ്പ് പിതാവ്. മിശിഹ ബേത്ലഹേമിൽ ജനിക്കുന്നു, ബേത്ലഹേമിൽ വളരുന്നു. അതിനുവേണ്ടി അവിടെ ഒരു വീട് പണിതു. അതുകൊണ്ടാണ് സെയ്ത്തൂണിൽ നിന്ന് ഇനി തിരിച്ചു പൊക്കോ, ഹെറോദേസ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നസ്രത്തിലേക്കല്ല പോയത്, യൂദയായിലേക്കാണ് പോയത്. കാരണം എന്താ? അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലേക്കാണ് പോയത്. പക്ഷേ മറ്റൊരു പ്രവചനം ഉണ്ടായിരുന്നു. എന്താ പ്രവചനം? അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാൻ നസ്രത്ത് എന്ന നഗരത്തിൽ പോയി താമസിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഹെറോദേസിന്റെ മക്കള് ഹെറോദേസിനേക്കാളും ക്രൂരന്മാരാണ്. പ്രത്യേകിച്ച് അർക്കലാവോസ് അതിക്രൂരനായ ഭരണാധികാരിയാണ് എന്നറിയാമായിരുന്നത് കൊണ്ട്, വിവേചന ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് യോസേപ്പ് പിതാവ് നസ്രത്തിൽ പോയി താമസിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഡിസേൺമെന്റ്, വിജില്, ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന വിവേചന ബുദ്ധി, ജാഗ്രത, വിശ്വാസം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കേന്ദ്രമായിരുന്നു യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അവൻ നീതിമാനായിരുന്നു അല്ലേ? എപ്പോഴും യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 1:18, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും യോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ മറ്റ് കാത്തലിക് ഇംഗ്ലീഷ് ബൈബിളുകളുടെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: ജോസഫ് her husband, since he was a righteous man, yet unwilling to expose her to shame,
decided to divorce her quietly. അതിനെ ഇങ്ങനെ വേണം മലയാളത്തിൽ പറയാൻ. ആദ്യം കണ്ടത് എങ്ങനെയാ? അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അവനൊരു നീതിമാനായിരുന്നത് കൊണ്ട് അവളെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചില്ല, അങ്ങനെയല്ലേ മനസ്സിലാകുക? പക്ഷെ യഥാർത്ഥത്തിൽ ഈ വാചകം എങ്ങനെയാണെന്നറിയാം ഇതിൻ്റെ അർത്ഥം? അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായിരുന്നു, എങ്കിലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് തമ്മിലൊരു കണക്ഷൻ കുറവില്ലേ? നീതിമാനായിരുന്നു, എങ്കിലും അപമാനിതയാക്കാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ നമ്മൾ പറയുമോ സാധാരണ? നീതിമാൻ അപമാനിതയാക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേ? അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായിരുന്നു, എങ്കിലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ജോസഫ് her husband, since he was a righteous man, yet unwilling to expose her to shame. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതിന് കാരണമുണ്ട്. ഈ നീതിമാൻ എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഗ്രീക്ക് വാക്ക് ദിക്കായിയോസ് എന്നാണ്. ദിക്കായിയോസ് എന്ന് പറഞ്ഞാൽ നീതിമാൻ. ഈ ദിക്കായിയോസ് എന്ന് പറയുന്ന നീതിമാൻ എന്താണ് എന്ന് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താ നമ്മുടെ പ്രശ്നം ഇവിടെ? നീതിമാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നീതിമാൻ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? അതാണ് പ്രശ്നം. യഹൂദർക്ക് എന്താണ് നീതി? അത് മനസ്സിലാക്കണമെങ്കിൽ വിവാഹ വാഗ്ദാനം യഹൂദരെ സംബന്ധിച്ച് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം. വിവാഹ വാഗ്ദാനമേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല കേട്ടോ. വിവാഹ വാഗ്ദാനം ഇന്നത്തെ വിവാഹ വാഗ്ദാനവുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2 പണം ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഒന്ന്, സ്ത്രീധനം, ഡൗറി എന്ന് പറയുന്ന വധൂഗ്രഹത്തിൽ നിന്ന് സ്ത്രീയുടെ ധനമായിട്ടുള്ള അവൾക്ക് കിട്ടേണ്ടത് എന്ന് കരുതി ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് കൊടുക്കുന്ന അതിനെയാണ് ഡൗറി എന്ന് പറയുന്നത്, സ്ത്രീധനം എന്ന് പറയുന്നത് ഡൗറി. ഇനി വധൂധനം എന്ന് പറയുന്ന മറ്റൊന്ന് ബ്രൈഡൽ പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെ ബ്രൈഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ഈ ഭർത്താവാകാൻ പോകുന്ന ആള് ഈ ഭാര്യയ്ക്കുള്ള ഒരു മൂല്യം, അവളെക്കുറിച്ച് എനിക്ക് ഇത്ര ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു മുതലുണ്ട്. അതിനെയാണ് ബ്രൈഡ് പ്രൈസ് അല്ലെങ്കിൽ ബ്രൈഡൽ പ്രൈസ് എന്ന് പറയുന്നത്. അത് ഭർത്താവ് കൊടുക്കുന്നതാണ്, ഭർത്താവാകാൻ പോകുന്ന ആൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 പണം ഇടപാടുകളും കഴിഞ്ഞു. പിന്നെ വിവാഹ ഉടമ്പടി അവർ ഒപ്പുവയ്ക്കും. ഇനിയുള്ള സമയം കുറച്ച് ദീർഘമായ സമയമാണ്. വിവാഹിതനാകാൻ പോകുന്ന ആ യുവാവ് ഒരു വീടൊക്കെ പണിയും. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ പിതാക്കന്മാർ മക്കളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവനും അവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൂടി ഒരു വീടൊക്കെ ഒരുക്കി ഈ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന സമയമാണ്. ഈ വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന അന്നു മുതൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് ഒരുമിച്ച് നടക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. നമുക്കങ്ങനെയല്ലല്ലോ, ഇപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ സാമൂഹ്യ രീതി അനുസരിച്ച് അങ്ങനെയല്ലല്ലോ. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഒരുമിച്ച് പോകുന്നതിന് ഒരു തടസ്സവും ഇല്ല. വിവാഹത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ അത് അബദ്ധസഞ്ചാരം എന്നല്ല അറിയപ്പെടുന്നത്, അത് വ്യഭിചാരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വ്യഭിചാരത്തിന് നിർവചനമൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. എങ്കിലും വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വ്യഭിചാരം ഉണ്ടാകുക? വിവാഹ ബന്ധത്തിന് പുറത്തുള്ള അബദ്ധസഞ്ചാരത്തെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ വ്യഭിചാരം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വ്യഭിചാരമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവളെ അവളുടെ പിതൃഭവനത്തിൻ്റെ മതിലിൽ ചാരി നിർത്തിയിട്ട് ആ ഗ്രാമത്തിലെ സകല പ്രായപൂർത്തിയായ പുരുഷന്മാരും അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നിയമാവർത്തനം വിധിച്ച ശിക്ഷയായത്. നിയമാവർത്തനം 20-21. അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. എന്തെന്നാൽ പിതൃഗ്രഹത്തിൽ വെച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രയേലിൽ തിന്മ പ്രവർത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ആ തിന്മ നീക്കിക്കളയണം. നിയമാവർത്തനം വിധിച്ച ഈ നിയമം അനുസരിക്കുന്നവനാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദിക്കായിയോസ്, നീതിമാൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദിക്കായിയോസ്, നീതിമാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിയമാവർത്തനത്തിലെ മോശയുടെ നിയമങ്ങൾ അണുവിട തെറ്റാതെ അനുസരിക്കുന്നവനാണ് നീതിമാൻ. ഇത് പറയുമ്പോൾ 22 വർഷങ്ങൾക്ക് മുമ്പ് യോസേപ്പ് പിതാവിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ദിവസം ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു.
അയാൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വളരെ കഴിവുള്ള, ജോലിയെ സംബന്ധമായിട്ട് നല്ല കഴിവുള്ള ഒരു ആൾ, ചെറുപ്പക്കാരൻ, മധ്യവയസ്കതയോട് അടുത്തിരിക്കുന്ന ഒരാൾ. അയാളുടെ ഭാര്യ മറ്റൊരു ബന്ധത്തിൽപ്പെട്ട് അവൾ തെറ്റി. അപ്പോൾ ഈ മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതെല്ലാം ക്ഷമിച്ചു, ഞങ്ങൾ പിന്നെ ഒന്നിച്ച് ചേർന്ന് സന്തോഷത്തോടെ പോവുകയാണ്. പറഞ്ഞു കഴിഞ്ഞ് 22 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുകയല്ല, അന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് ക്ഷമിക്കാൻ പറ്റി? ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ, അത്ഭുതത്തോടെ അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഞാനല്ലാതെ പിന്നെ ആരാ അവളോട് ക്ഷമിക്കുക? ഇന്നും ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വാചകമാണ്, ഞാനല്ലാതെ ആരാ അവളോട് ക്ഷമിക്കേണ്ടത്? സത്യത്തിൽ ഞാൻ പറയട്ടെ, ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചുമല്ല എനിക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ തീവ്രാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പച്ചയായ മനുഷ്യരോടൊപ്പമുള്ള ജീവിതയാത്രകളിലാണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇതാ ഞാൻ പറഞ്ഞത്, യോസേപ്പ് പിതാവിനോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ചുറ്റും നമ്മളറിയാത്ത ഒത്തിരി യോസേപ്പ് പിതാവുമാരുണ്ട് കേട്ടോ, ഒത്തിരി കന്യാമറിയങ്ങളുമുണ്ട്. മറ്റൊരു കാര്യം യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാത്തവൻ, ഭാര്യയുമായി ഒരിക്കൽ പോലും ശാരീരികമായി ബന്ധപ്പെടാത്തവൻ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായി. ആരാ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥൻ? യോസേപ്പ് പിതാവാ. ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ആ കൂട്ടായ്മയല്ലേ കുടുംബം എന്ന് പറയുന്നത്. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്നറിഞ്ഞാലേ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹത്തിനൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ വിവാഹത്തിൻ്റെ ഉദ്ദേശം? ദൈവത്തിനായി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഉദ്ദേശം. ഒരു സംശയം ഉണ്ടാക്കണ്ട കേട്ടോ, ഇത് തന്നെയാണ് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഉൽപ്പത്തി 1:28, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇതിനെക്കുറിച്ചാണ് കണ്ടീഷനുണ്ട്. സന്താനപുഷ്ടിയുള്ളവരായാൽ മാത്രമേ ഭൂമി അവകാശമാക്കുകയുള്ളൂ. മലാക്കി 2:15, ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? സങ്കീർത്തനം 127:3, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 372, 1601, 1652, ഇഷ്ടം പോലെ വിശുദ്ധ ഗ്രന്ഥവും മതബോധനവും ഒന്നുപോലെ പറയുന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഉദ്ദേശം സന്താനോൽപാദനം തന്നെയാണ്. എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാത്തവൻ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായി. എങ്ങനെയാത്? എന്തുകൊണ്ടാണ് അത്? കാരണം കുടുംബം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിർവചനം. കൊല്ലാനല്ല, സംരക്ഷിക്കാനാണ് ദൈവം ഭരമേൽപ്പിച്ചത് എന്ന തിരിച്ചറിവ് പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന തിരിച്ചറിവ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കൊല്ലാനല്ല കേട്ടോ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സംരക്ഷിക്കാനും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ കൊല്ലാൻ പറയുന്നത് രാജാവായ ഹെറോദേസ് ആയാലും നിയമാവർത്തന പുസ്തകമാണെന്ന് പറഞ്ഞെന്നാലും കൊല്ലാനല്ല, സംരക്ഷിക്കാനാണ്, അത് കുഞ്ഞിനെ ആയാലും അമ്മയെ ആയാലും എന്ന് വിശ്വാസമുണ്ടായിരുന്നവനാ പരിശുദ്ധ യോസേപ്പ് പിതാവ്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിൻ്റെ മധ്യസ്ഥനായിട്ട് യോസേപ്പ് പിതാവിനെ വയ്ക്കുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞില്ലേ, സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ഭൂമിയിലെ ഓരോ പിതാക്കന്മാരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സെൻറ് തോമസ് അക്വീനസിൻ്റെ ഒക്കെ പഠനങ്ങൾ അനുസരിച്ചുണ്ടല്ലോ, ഒരു പിതാവിന് കുടുംബത്തിലുള്ള വിശ്വാസപരമായ അധികാരം എന്നുള്ളത് അളക്കാനാവാത്തതാണ്. സ്വർഗസ്ഥനായ പിതാവ് ഭൂമിയിലെ ഓരോ പിതാക്കന്മാർക്കും നൽകിയിരിക്കുന്ന ദൈവികമായ അധികാരത്തെക്കുറിച്ച് നമ്മൾ എത്ര പഠിച്ചാലും തീരുകയില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. പിതാക്കന്മാരുടെ അനുഗ്രഹം കിട്ടാത്ത മക്കൾ എത്ര നന്നായാലും നന്നാകാതിരിക്കുന്നതിൻ്റെ കാരണവും അതാ. ന്യായമായ കാരണങ്ങളാൽ പിതാക്കന്മാർക്ക് അരിശപ്പെടാം, പിതാക്കന്മാർക്ക് ശിക്ഷിക്കാം. ഇതെല്ലാം സ്വർഗത്തിൻ്റെ അരിശപ്പെടലും സ്വർഗത്തിൻ്റെ ശിക്ഷയുമായിട്ട് മക്കൾ സ്വീകരിക്കേണ്ടതാണ്. സത്യത്തിൽ ഓരോ കുടുംബം എന്ന് പറയുന്നത് എന്താ? സ്വർഗത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. സ്വർഗം എന്താണ്? അതാണ് ഒരു കുടുംബം. എഫേസോസ് 2:23, ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. 1 കൊറിന്തോസ് 11:3 പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണ്. ഡേനീഷ്യസ്, അക്വീനസ്, എല്ലാ സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്ന കാര്യമാണ്. സെന്റ് അഗസ്റ്റിൻ്റെ ഒറ്റ വാചകം ഞാൻ വായിക്കാം. അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്. അഗസ്തീനോസ്: അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചുമതലകളുണ്ടെങ്കിലും സ്നേഹത്തിലും ലക്ഷ്യത്തിലും അവർ ഐക്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വാചകം. അത് പക്ഷേ പറഞ്ഞത് ആരാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ജോൺ ക്രിസോസ്റ്റം പറഞ്ഞ ഒരു വാചകമുണ്ട്: ഓരോ കുടുംബവും ഒരു കൊച്ചു സഭയാണ്. അത് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സഭ അതിനെക്കുറിച്ച് പറഞ്ഞു. ദ ഡൊമസ്റ്റിക് ചർച്ച്, ഗാർഹിക സഭ. രണ്ടാം വത്തിക്കാൻ സൂനോലോസ്, ലൂമൻ ജെൻഷ്യം ഒക്കെ പറഞ്ഞില്ലേ, ഗാർഹിക സഭ. എന്താ സഭ എന്ന് പറഞ്ഞാൽ? കുടുംബമാണ്. സഭ കുടുംബമാണ്. എന്താണ് സഭ? സ്വർഗത്തിന്റെ പരിച്ഛേദമാണ് സഭ. ആ സഭ എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബമാണ്. ക്രിസോസ്റ്റം അന്ന് പറഞ്ഞത്. സഭ പുതുതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. പണ്ട് സഭാപിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുവെന്നേ ഉള്ളൂ. ഓരോ കുടുംബവും സത്യത്തിൽ സ്വർഗത്തിന്റെ പരിച്ഛേദമാണ് ആയിരിക്കണം. പിതാക്കന്മാർക്ക് ബഹുമാനം കിട്ടണം. മാതാക്കളെ പിതാക്കന്മാർ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അപ്പൻ അമ്മയെ ബഹുമാനിക്കുന്നത് കണ്ടു വേണം പിള്ളേർ വളർന്നു വരാൻ. എങ്കിലേ പരസ്ത്രീകളോട് അവർക്ക് ബഹുമാനം ഉണ്ടാവും. ഭാര്യ അനുസരിക്കേണ്ടവളല്ല, അവൾ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. കുടുംബത്തിന്റെ രാജ്ഞിയാണ് ഓരോ ഭാര്യയും. നിയമാവർത്തനം നമ്മൾ കണ്ടു. നീതിമാൻ ദിഖായിയോസ് എന്ന് പറഞ്ഞ ആരാ? നിയമാവർത്തനം വിധിച്ച നിയമം അനുസരിക്കുന്നവനാണ് നീതിമാൻ. എന്നാൽ നീതിയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ കരുണ എന്ത് എന്ന് സ്വർഗത്തിന്റെ പരിച്ഛേദമായ കുടുംബത്തിൽ കാണിച്ചു തന്നവൻ അതുകൊണ്ട് തന്നെ കുടുംബജീവിതക്കാരുടെ പിതാവും മാതൃകയുമായി, മധ്യസ്ഥനായി. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ യൗസേപ്പ് പിതാവിനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാത്ത വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യൗസേപ്പ് പിതാവിൻ്റെ അടുത്തേക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും യൗസേപ്പ് പിതാവിനെ കുറിച്ച്? എന്തുകൊണ്ടാണ് അത്? നമുക്കില്ലാത്തത് ഉള്ളവൻ്റെ അടുത്ത് പോയി മേടിക്കുന്നു. അതൊരു ലോകത്തിൻ്റെ സാമാന്യ നിയമമാണ്. അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായമാണെങ്കിലും തൊഴിൽപരമായിട്ട് നമുക്ക് കഴിവില്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി ഈശോ എന്താ ചെയ്തത്? യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് പോയി പഠിച്ചു. വിദ്യാഭ്യാസം, ടെക്നിക്കലായിട്ടുള്ള സഹായം എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് സ്വീകരിക്കാം. എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ അത്ഭുതത്തോടെ കണ്ട ഒരു ഭാഗമുണ്ട്. ക്രിസ്തു പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനും ഒക്കെയാണ് നമുക്കറിയാം. പക്ഷേ ലൂക്കായുടെ സുവിശേഷമൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഈശോ മാനുഷികമായിട്ടുള്ള ഈശോയുടെ വളർച്ച ക്രമേണയായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കണ്ടില്ലേ, ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ പ്രീതിയിലും അവൻ വളർന്നു വന്നു എന്ന് പറയുന്നത്. അത് ക്രമേണയാണ് ഈശോയുടെ വളർച്ച. ഇതെവിടെ നിന്നായിരിക്കും ഈശോ പഠിച്ചത്? യൗസേപ്പ് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും തന്നെയാണ്, വേറെ എവിടെ നിന്നും പഠിക്കാനില്ല. ഈ വ്യഭിചാരിണിയെ വധിക്കാൻ വിധിക്കാത്ത ആ കാരുണ്യം യൗസേപ്പ് പിതാവിൽ നിന്നല്ലേ ഈശോ പഠിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയാൻ വളരെ എളുപ്പമായിരുന്നു, കാരണം നീതിമാൻ ചെയ്യേണ്ടത് അതാ. പക്ഷേ ആ കൊച്ചു മുന്നിൽ വന്ന് നിന്നപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ചിത്രമാണ് ഈശോയുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. യൗസേപ്പ് പിതാവ് ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്തും ഒരു മറുവാക്ക് പോലും പറയുന്നതായിട്ട് വിശുദ്ധഗ്രന്ഥം പറയുന്നില്ല. അത് കണ്ടുപഠിച്ച ഈശോ കുരിശു വഹിക്കുന്ന ആ പീഡനങ്ങൾക്കിടയിലും അവൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കാതെ ജെറൂസലേമിലെ സ്ത്രീകളെക്കുറിച്ച്, അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് അവന് വിലപിക്കാൻ സാധിച്ചതിൻ്റെ കാരണം യൗസേപ്പ് പിതാവിൽ നിന്നും അവൻ അടുത്ത് നിന്ന് തൊട്ടറിഞ്ഞ് പഠിച്ചതുകൊണ്ടാണ്. നീതി എന്നതിനെക്കുറിച്ച് ഈശോയുടെ മനസ്സിലൊരു ചിത്രമുണ്ടെങ്കിൽ അത് നിയമാവർത്തന പുസ്തകത്തിലെ നീതിയുടെ ചിത്രമല്ല കേട്ടോ. യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യൻ്റെ ചിത്രമാണ് ഈശോയെ സംബന്ധിച്ചിടത്തോളം നീതി എന്ന് പറയുന്നത്. ഒരു പിതാവ് എന്തായിരിക്കണം എന്നുള്ളതിന് ഒരു പുസ്തകങ്ങളും ഒരു തത്വശാസ്ത്രങ്ങളും പഠിക്കേണ്ട കാര്യമില്ല. യൗസേപ്പ് പിതാവിനെ മാത്രം നോക്കിയാൽ മതി. പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ നീതിയും കരുണയും ഒക്കെ നിഷേധിക്കപ്പെടുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരിക്കും, ദൈവാനുഗ്രഹം കൊണ്ട്, കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ആ രീതിയും ഒക്കെ വെച്ച് അങ്ങനെ ഉണ്ടാകില്ലായിരിക്കും. പക്ഷേ ലോകത്തിൽ പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നു. അതിനെല്ലാത്തിൻ്റെയും ഒന്നും കാരണം എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നീതിയും കരുണയും ഇല്ലാത്തത് കൊണ്ടാണ്. ഈ കരുണ എന്ന് പറയുന്നതുണ്ടല്ലോ, നീതിയെ അതിലംഘിച്ചു നിൽക്കേണ്ട
നീതിയുടെ നിയമങ്ങളെ എല്ലാം മുക്കിക്കളയേണ്ട ഒരു സമുദ്രമാണ് ഈ കരുണയെന്ന് പറയുന്നത്. നമുക്ക് നീതിയും കരുണയും ഉണ്ടെങ്കിലേ നീതിയും കരുണയുമുള്ള മക്കളുണ്ടാവും. നീതിയും കരുണയുമുള്ള മക്കളുണ്ടെങ്കിലേ നീതിയും കരുണയുമുള്ള സമൂഹം ഉണ്ടാവുകയുള്ളൂ. എന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടായെങ്കിലേ ആ സമൂഹത്തിൽ നീതിയും കരുണയുമുള്ള ഭരണാധികാരികൾ ഉണ്ടാകുകയുള്ളൂ. കാരണം ഇവരൊക്കെ വരേണ്ടത് ഒരു കുടുംബത്തിൽ നിന്നാ. ആ കുടുംബത്തിൽ നീതിയും കരുണയും ഉണ്ടെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് നീതിയും കരുണയും ഉണ്ടാകും. അങ്ങനെ ഉള്ള ഒരു സമൂഹം ഉണ്ടായെങ്കിലേ നീതിയും കരുണയുമുള്ള മാർപ്പാപ്പമാരും മെത്രാന്മാരും കന്യാസ്ത്രീകളും വൈദികരും ഒക്കെ ഉണ്ടാകണമെങ്കിലുണ്ടല്ലോ നീതിയും കരുണയും പൂത്തുലഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം. ഈ നീതിയും കരുണയുമുള്ള കുടുംബത്തിൽ നിന്നും വരാത്ത കർദിനാളന്മാരും മെത്രാന്മാരും ഉള്ളത് കൊണ്ടാണ് ഈ നിയമത്തിന്റെ വള്ളിക്കും പുള്ളിക്കും വേണ്ടി വഴക്കുണ്ടാക്കുകയും തെരുവ് നായ്ക്കളെ പോലെ കടിച്ചു കീറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നീതിയുടെയും കരുണയുടെയും കുടുംബത്തിൽ വളർന്നു വന്നിരുന്നെങ്കിൽ വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിന്റെയും മഹാമനസ്കതയുടെയും നീ പറയുന്നതിലെ ശരിയാണ് എന്റെയും ശരി എന്ന് പറയുവാൻ പറ്റുന്ന കരുണ ഒഴുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളും നമ്മുടെ സഭയും ഇന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത്. അതിനെന്താണെന്നറിയോ വേണ്ടത്? ഓരോ കുടുംബത്തിലും ഓരോ പുരുഷനും യൗസേപ്പിതാവാകണം. അത് എളുപ്പമല്ല. മാതാവാകാൻ ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ ഒരിക്കലും മാതാവിൻ്റെ കഷ്ടപ്പാടുകൾ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ കാലഘട്ടത്തിലെ സാമൂഹിക പരിസ്ഥിതി അനുസരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ ഒരു കുടുംബത്തിൻ്റെ മഹത്വമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊന്നും പുറപ്പെടാതെ എല്ലാം സഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ എങ്ങനെയാണ് ദൈവം കരുണ കാണിക്കുന്നത് അതുപോലെ കരുണ കാണിച്ചുകൊണ്ട് ജീവിച്ച വിശുദ്ധ യൗസേപ്പിതാവ് അളവില്ലാത്ത നീതിയും കരുണയുമുള്ള നല്ല പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് തേടാം.